Praise the Lord. തുമ്പമേറുമീ മരുഭൂവിൽ നല്ലിടയനായി കൂടെയുണ്ട്. തുമ്പമേറുമീ മരുഭൂവിൽ നല്ലിടയനാ കൂടെയുണ്ട്. പച്ചയായ പുൽപ്പുറങ്ങളിൽ മെച്ചമായി നീ നടത്തിയല്ലോ. പച്ചയായ പുൽപ്പുറങ്ങളിൽ മെച്ചമായി നീ നടത്തിയല്ലോ. യേശുവേ, നീ എന്നാശ്രയമെന്നാളുമേ. യേശുവേ, നീ എന്നാശ്രയമെന്നാളുമേ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല പകൽ സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഈ പകലിൽ വന്ദനം ചെയ്യുന്നു. ഈ വാത്സല്യ ഭവനത്തിൽ ഒരു പ്രാവശ്യം കൂടെ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ നല്ല സാവകാശങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ വാത്സല്യ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ ഭവനത്തിലേറെ ദിവസം പാർക്കുവാൻ കർത്താവിടെയാക്കി. അന്ന് എൻ്റെ ഒരു സ്ഥിരം താവളമായിരുന്നു ഈ കൺസർവേറ്ററി. ഇവരെല്ലാവരും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാനൊരു കോഫി ഇട്ട് ഇവിടെ വന്നിരുന്ന് അങ്ങോട്ട് നോക്കിയിരിക്കും. അത് എനിക്കൊത്തിരി ഇഷ്ടമാണ്. ഈ കൺസർവേറ്ററി നമ്മുടെ നാട്ടിലില്ലാത്തൊരു സിസ്റ്റമാണ്. നല്ലൊരു വിശാലത കർത്താവ് അവർക്ക് നൽകിയല്ലോ. സീഫർ ജാനെയും ആൻറ്റിയെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിപ്പാനും കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ആരെയും വിളിക്കുന്നില്ലെങ്കിലും സീഫർ ജാനെ ഇടയ്ക്ക് വിളിക്കും. ഇവിടുത്തെ വിശേഷങ്ങൾ തിരക്കും. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവ് തന്ന അവസരത്തിൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. വളരെ പ്രാർത്ഥനയോടെ, വളരെ ചുരുക്കി സമയം പറഞ്ഞിട്ടില്ല പാസ്റ്റർ, ഇനിയും പറയണ്ട. ക്രൈസ്തലോട് സാധാരണ സമയം പറഞ്ഞത് തരുന്നത്, ഇന്ന് സമയം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിർത്തുന്ന സമയമായിരിക്കും നമ്മുടെ സമയം. ഹല്ലേലൂയ. സന്തോഷമുണ്ടല്ലോ. ഓക്കെ. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വളരെ സവിശേഷമായൊരു ചിന്ത ഈ പകലിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അല്പം ഹാർഡായിട്ടുള്ളൊരു സബ്ജക്റ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. എങ്കിലും വളരെ ലളിതമായി നിങ്ങളോടത് പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. ഈ പകലിൽ നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെ അതിനകത്ത് മറുപടി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോട് എങ്ങനെയാണ് മെസ്സേജ് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ നന്നായിട്ടറിയാം. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ പോലെ ഒത്തിരി രാജ്യങ്ങളിൽ ഒത്തിരി പേരുമായിട്ട് പരിചയമുണ്ടെങ്കിലും നിങ്ങളോടുള്ള അത്ര ഒരു ഇൻറ്റിമസി പലരുമായിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയത്തെ തടവുകൂടാതെ വായിച്ചുകൊണ്ട് ഈ പകലിൽ കർത്താവ് സംസാരിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ തിരുവെഴുത്തുകളെ തുറന്ന് പഴയ നിയമത്തിൽ നിന്ന് സഖരിയാ പ്രവചന പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം ഈ പകലത്തെ വിചിന്തനത്തിനായിട്ട് നമുക്ക് ദൈവസന്നിധി വായിക്കാം. ബുക്ക് ഓഫ് സഖരിയ ചാപ്റ്റർ 1 വേഴ്സസ് 8. സഖരിയാ പ്രവചന പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. സഖരിയ പ്രവചനമാണോ വായിക്കുന്നത്? അതെ. നിന്നു മതി. ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരുവനെ കണ്ടു. അവൻ ചോലയിൽ കൊഴുന്തുകളുടെ ഇടയിൽ നിന്നു. ഇതാണ് നമ്മൾ ഇന്ന് പകലിൽ വിശാലമായൊരു ചിന്തയ്ക്കായിട്ട് വായിച്ച വേദഭാഗം. ഇന്ന് ഉപവാസ പ്രാർത്ഥന കൊണ്ട് തീരുമെന്ന് എനിക്കറിയില്ല.
തീർന്നില്ലെങ്കിൽ അടുത്ത സഭായോഗത്തിൽ ഞാൻ തുടർന്ന് ഇതിൻ്റെ ഭാഗം ചിന്തിക്കും. അതുകൊണ്ടും തീർന്നില്ലെങ്കിൽ ഇനി കർത്താവ് വന്നില്ലെങ്കിൽ ഈ രാജ്യത്ത് വരുവാൻ എനിക്ക് അവസരം കിട്ടിയാൽ ബാക്കി അന്ന് നമ്മൾ ചിന്തിക്കും. ഓക്കെ, സന്തോഷമുണ്ടല്ലോ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. വേദപുസ്തകത്തിലെ പഴയ നിയമ വേദഭാഗത്തു നിന്നാണ് നമ്മളൊരു വേദഭാഗം വായിച്ചത്. പഴയ നിയമത്തിൽ 16 പുസ്തകങ്ങൾ പ്രവചന പുസ്തകങ്ങളാണ്. പ്രവചന പുസ്തകങ്ങളെ പൊതുവെ രണ്ടായിട്ട് തിരിച്ചാണ് പഠിപ്പിച്ചിരുന്നത്. മേജർ പ്രൊഫറ്റ്സ് ആൻഡ് മൈനർ പ്രൊഫറ്റ്സ്, വലിയ പ്രവാചകന്മാരുടെ പുസ്തകമെന്നും ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകമെന്നും രണ്ടായിട്ട് തിരിച്ചാണ് പഠിപ്പിച്ചിരുന്നത്. എന്നാൽ 16-ാം നൂറ്റാണ്ടോടുകൂടി പ്രവചന പുസ്തകങ്ങളുടെ സ്റ്റഡീസ് കുറച്ചുകൂടെ വിശാലതയിലേക്ക് വന്നു. 16-ാം നൂറ്റാണ്ടോടുകൂടി പ്രവചന പുസ്തകങ്ങളെ കുറച്ചുകൂടെ വിശാലമായ പഠിപ്പിക്കലിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രവചന പുസ്തകങ്ങളെ 3ആയിട്ട് തിരിച്ച് പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി. നമുക്കറിയാം, അത് ബേസിക്കലി ഈ ബാബിലോണിയ പ്രവാസത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രവചന പുസ്തകങ്ങളുടെ സ്റ്റഡി വിശാലതപ്പെടുത്തി 3ആയിട്ട് തിരിച്ചത്. അതിനെ പ്രവാസത്തിന് മുൻപുള്ള പ്രവാചകന്മാരെന്നും പ്രവാസകാലത്ത് പ്രവചിച്ച പ്രവാചകന്മാരെന്നും പ്രവാസാനന്തരം പ്രവാസശേഷം പ്രവചിച്ച പ്രവാചകന്മാരെന്നും 3ആയിട്ട് പ്രവചന പുസ്തകത്തെ തിരിച്ചു. ഇതിൽ പ്രവാസാനന്തരം പ്രവചിച്ച, അല്ലെങ്കിൽ പ്രവാസത്തിൻ്റെ ഒടുവിൽ പ്രവചിച്ചു തുടങ്ങി പ്രവാസാനന്തരവും പ്രവചിച്ച ഒരു പ്രവാചകനാണ് സഖറിയ പ്രവാചകൻ. അങ്ങനെയാണെങ്കിൽ ഈ പ്രവചന വാക്കിൻ്റെ, നാം വായിച്ച വാക്യത്തിൻ്റെ അർത്ഥം എന്താണ് ദൈവാത്മാവ് വെളിപ്പാടിൽ കൂടെ നമ്മളോട് സംസാരിക്കുവാൻ പോകുന്നത്? അതാണ് നമ്മുടെ ചിന്ത. ഈ വേദഭാഗത്തിൻ്റെ അല്പം പശ്ചാത്തലം നമ്മൾ ചിന്തിക്കാതെ ഈ വേദഭാഗത്തെ മനസ്സിലാകില്ല. പ്രത്യേകിച്ച് നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് സങ്കീർത്തനം മാത്രം വായിക്കുന്നവരായതുകൊണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ. എന്ത് ചെയ്താലും കുറ്റം പറഞ്ഞാലും കൃപയിൽ ആശ്രയിച്ചേ പറയുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക കൃപ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ കൃപയിൽ ആശ്രയിച്ച് സങ്കീർത്തനം മാത്രം വായിച്ച്, പിന്നെ ചിലർ അങ്ങനെയില്ല, സങ്കീർത്തനവും വായിക്കത്തില്ല, തലയുടെ കീഴിൽ ബൈബിൾ വെച്ചേച്ച് ആശ്വസിച്ച് കിടന്നുറങ്ങുന്നവരും ഉണ്ട്. പ്രൈസല്ലോ. അതുകൊണ്ട് പ്രവചന പുസ്തകങ്ങൾ അല്പം വിശാലമായി നമ്മൾ പഠിക്കണം. അല്പം ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് പ്രവചന പുസ്തകങ്ങൾ. പൊതുവെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പ്രവചന പുസ്തകങ്ങൾ പഠിപ്പിക്കാനും പ്രവചന പുസ്തകങ്ങളിൽ നിന്ന് പ്രസംഗിക്കുവാനുമാണ്. ഓക്കെ, നമ്മൾ ഈ വേദഭാഗത്തിലേക്ക് പ്രവാചകന്മാരുടെ ഗണത്തെ തന്നെ ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ഒരു പുസ്തകമാണ് സഖറിയ പ്രവചന പുസ്തകം. ഈ പ്രവചന പുസ്തകത്തിൽ നിന്ന് നാം വായിച്ച ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ പശ്ചാത്തലം? അല്പം നമ്മളതിന് ചിന്തിക്കുവാൻ പോകുക. നമുക്കറിയാം എന്താണ് പ്രവാസം. ഇസ്രായേലിലെ 1ാമത്തെ രാജാവായിരുന്ന ശൗൽ. ആ ശൗലിന് ശേഷം ശൗൽ ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ചുള്ള ബോധ്യമില്ലാതെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് വിരോധമായി ജീവിക്കാൻ തുടങ്ങിയതുകൊണ്ട് ശൗൽ രാജസ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ടു. അത് ആഴമായി പഠിക്കേണ്ട വിഷയം. ഒറ്റ വാക്ക് പറയാം. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ സാധാരണ പ്രസംഗിച്ച് കേൾക്കുന്ന വേദഭാഗം ആര് പ്രസംഗിച്ചാലും പൗലോസ് പോലും പറയുന്നത് എന്താണ്? പൗലോസ് വന്ന് പ്രസംഗിച്ച വിഷയത്തെ അത് അങ്ങനെ തന്നെയോ ഒന്ന് ശോധന ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഇല്ലേ? ബെരോവക്കാരെ കുറിച്ച് വായിക്കുന്നത് എന്താണ്? അവർ തെസ്സലോനിക്കരെ പോലെ ആയിരുന്നില്ല. ബെരോവക്കാരെന്തായിരുന്നു? വചനം അങ്ങനെ തന്നെയോ ഒന്ന് പരിശോധിച്ച് പോരുന്നു. ഞാൻ കഴിഞ്ഞ രാത്രി ഞങ്ങൾ അല്പസമയം ചിന്തിച്ചപ്പോൾ ജിബിൻ ബ്രദറിനോടൊരു കാര്യം വേദപുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ പറയാനിടയായി തീർന്നു. നമ്മൾ പലപ്പോഴും പ്രസംഗം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൈയടിക്കും, ഉറഞ്ഞു തുള്ളി അന്യഭാഷയും പറയും ചിലർ. അതൊന്നും വേണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അന്യഭാഷയിൽ ആരാധിക്കണം, നിശ്ചയമായിട്ട് ദൈവസഭയെ ആരാധിക്കണം. നമ്മൾ അന്യഭാഷ പറയുന്നത് ഒരിക്കലും തെറ്റില്ല. അത് പറയുന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ കുഴപ്പം. സ്തോത്രം. ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മൾ ശ്വാസം എടുക്കുന്നെങ്കിൽ, ജീവൻ നിലനിർത്താൻ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ദൈവപൈതലിന് ആത്മാവിലുള്ള ആരാധന നഷ്ടപ്പെടരുത്. ശ്വാസം എടുക്കുന്നത് പോലെ നമ്മൾ 24/7 ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? ആരും പറഞ്ഞിട്ടല്ല. ഞാൻ ഇന്ന് ഒരാൾ രാവിലെ എഴുന്നേറ്റിട്ട് തീരുമാനിക്കുക, ഞാൻ ഇന്ന് രാവിലെ 10 മിനിറ്റത്തിന് ശ്വാസം വലിക്കുന്നില്ല എന്ന് ചിന്തിച്ചവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം, അല്ലേ? അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി സമയമാനത്തിൽ പാടിയിരിക്കും. അപ്പം ശ്വാസം വലിക്കുന്നില്ലെന്ന് ആരും തീരുമാനിക്കുന്നില്ല, അല്ലേ? ശ്വാസം വലിക്കുന്നില്ലെന്ന് തീരുമാനിക്കുന്നെങ്കിൽ അന്യഭാഷയിൽ ആരാധിക്കണ്ട. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മൾ ശ്വാസം വലിക്കുന്നില്ല, ഞാൻ ഇന്ന് 2 ദിവസത്തേന് ശ്വാസം വലിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ 2 ദിവസം അന്യഭാഷ പറയണ്ട.
അതല്ല ഒരു നിമിഷം പോലും ശ്വാസം വലിക്കുന്നത് ആവശ്യമായിരിക്കുന്നത് പോലെ തന്നെ ആത്മീക ജീവിതത്തിന് ആവശ്യമാണ് ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത്. ആത്മനിറവ് നാം പ്രാപിക്കണം, ആത്മസ്നാനം നാം പ്രാപിക്കണം, അതിൽ നിലനിൽക്കുവാൻ നമുക്കിടയാകണം. അതുകൊണ്ട് ദൂത് കേൾക്കുമ്പോൾ ദൈവത്തോട് പ്രതികരിക്കാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവം നമുക്ക് തന്ന ഭാഷയിൽ ദൈവത്തോട് സംസാരിക്കണം നിശ്ചയമായിട്ടും. പക്ഷേ നമുക്ക് കേൾക്കുന്ന വചനം അങ്ങനെ തന്നെയാണോ എന്ന് അറിയണം. സ്വോത്രം. നിങ്ങൾ ഈ ഉപദേശിമാർ ആവേശം കൂടുമ്പം പ്രസംഗം കൊഴിപ്പിക്കാൻ പലതും പറയും. അല്ലേ? അതൊന്നും ചിലപ്പം വേദപുസ്തകമായിട്ട് ചേരുന്നത്. സ്വോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ജിബിൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞു. ഈ ശിംശോനെ കുറിച്ച് വായിക്കുന്നത് കഴുതയുടെ പച്ച താടി കൊണ്ട് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് ഫെലിസ്തീനെ അടിച്ച് കൂട്ടി. ഹല്ലേലൂയ. അത് ഊത് കേൾക്കുമ്പോൾ എന്തൊരു ഉത്സാഹമല്ലേ, ഭയങ്കര ഉത്സാഹമല്ലേ. ഹല്ലേലൂയ. നമ്മൾ ഗ്ലോറി പറയും, രക്തം ജയം പറയും. ദൈവം എന്തൊരു ശക്തനാണെന്ന് വിശ്വസിക്കും. ശരിയല്ലേ? വല്ല തെറ്റുമുണ്ടോ? എന്നിട്ട് ഞാനൊരിക്കൽ ഒരു പ്രസംഗം കേട്ടു. എന്നിട്ട് ഒരിക്കൽ ഒരു ദൈവദാസൻ ഇത് പ്രസംഗിക്കുക, കഴുതയുടെ പച്ച താടിയെല്ലുകൊണ്ട് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് ഫിലിസ്തീനെ അടിച്ചു കൂട്ടി. എന്നിട്ട് പുള്ളി പ്രസംഗിച്ചത് എന്താണെന്ന് അറിയുമോ? ദൈവം അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുവാനുള്ളത് നമ്മുടെ കരത്തിൻ്റെ അടുക്കൽ തരും. ഏതാ? കഴുതത്താടിയല്ലേ? സ്തോത്രം. മനസ്സിലാവുന്നോ? പക്ഷേ വേറെ ഭാഗം കിടക്കുന്നുണ്ട്. നാസിർ വ്രതസ്ഥനാണ് ആര്? ശിംശോൻ. അവൻ ശവത്തെ തൊട്ടാൽ അശുദ്ധനാകുമെന്ന. അതാ പ്രമാണം അങ്ങനെ നിൽക്കെ പ്രമാണത്തിന് വിരോധമായി ഒന്ന് ദൈവം ചെയ്യിക്കുമെന്നൊന്നും പ്രസംഗിക്കരുത്. ഹലോ, പിണങ്ങൊന്നും ചെയ്യരുത്. മനസ്സിലാവുന്നു? അപ്പം ദൈവവചനം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഉപദേശം കൂടെ പ്രസംഗത്തോട് ചേർത്ത് ചിന്തിച്ച് വേണം പോകാൻ. അവൻ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിൽക്കാത്ത ഒരു പ്രസംഗവും ദൈവികമല്ല. അല്ല, കാര്യം 89-ാം സങ്കീർത്തനത്തിനകത്ത് 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടത്, ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ഇല്ല. ദൈവത്തിൻ്റെ ഒരു പ്രശ്നം എന്നാണെന്നറിയുമോ? ദൈവം ഒരിക്കൽ ഒരു കാര്യം അരുളി ചെയ്താൽ അത് ഉവന്ന അത് പിന്നെ മാറ്റുകയല്ല. അപ്പം പ്രമാണത്തിന് വിരോധമായതും പ്രസംഗങ്ങളിൽ കേൾക്കാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? അത് ശോധന ചെയ്യണം. ഞാൻ മടങ്ങി വരുന്നു. ഇവിടെ നമ്മൾ വായിച്ചത് ഈ പുസ്തകത്തിൽ, പ്രവാചക പുസ്തകത്തിൽ വളരെ ശക്തമായൊരു ചിന്ത നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുകയാണ്. ഞാൻ മുഖവുരകൾ ഇനി നീട്ടാതെ ആ ഭാഗത്തേക്ക് ഇറങ്ങട്ടെ. നമുക്കറിയാം, പ്രവാസം. ശൗൽ അവൻ ഒന്നാമത്തെ രാജാവായിരുന്നു, ഇല്ലേ? ഒന്നാമത്തെ രാജാവായിരുന്നു. ആ മനുഷ്യന് എത്ര നാൾ ദൈവകൃപയിൽ നിന്നു? 40 years. ശൗൽ എത്ര നാൾ ദൈവകൃപയിൽ നിന്നും? കുറച്ചാൾ. അതൊരു വടി കിട്ടുമോ? അതൊക്കെ അടക്കലായി പോയി. എത്ര നാൾ? കുറച്ച് നാളെന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു ദിവസം ആവാം, 10 വർഷം ആവാം. ശരിയല്ലേ? ശരിയേ? നമ്മൾ പലപ്പോഴും ശൗൽ 40 വർഷം രാജാവായിരുന്നു. രാജാക്കന്മാരുടെ കാലഘട്ടം പഠിക്കുമ്പോൾ 3 രാജാക്കന്മാരുടെ കാലഘട്ടമുണ്ട് വേദപുസ്തകത്തിൽ. ശൗൽ, ദാവീദ്, ശലോമോൻ. 3 പേരും 40 വർഷം വീതമാണ് രാജഭരണം നടത്തിയത്. പക്ഷേ ശൗൽ, സാധാരണ ആൾക്കാർ പറയാറുണ്ട് 40 വർഷം എന്നാൽ 2 വർഷം കൃപയിൽ നിന്നെന്ന്. 2 വർഷം, ബാക്കി 38 വർഷം കൃപയില്ലാതെയും പുള്ളി. ഇപ്പോൾ കൃപയില്ലാതെ എന്ത് ചെയ്യാം? നിൽക്കാം. സ്തോത്രം. ഫാൻ കറങ്ങാൻ എപ്പോഴും ഇലക്ട്രിസിറ്റി വേണം. ഓഫ് ചെയ്താലും കുറേ നേരം കറങ്ങുമല്ലോ. ലേലുയ. അങ്ങനെ ഒരു 38 കൊല്ലം കറങ്ങിയ പുള്ളിയാണ് ആര്? ശൗലെന്ന് വേണേൽ ചിന്തിക്കാം. പക്ഷെ 38 കൊല്ലം അല്ല. ഇവൻ ആദ്യത്തെ 7 ദിവസം കഴിഞ്ഞപ്പോഴേ ദൈവകൃപയിൽ നിന്ന് വീണു പോയവനാ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. ശമൂവേൽ പറയുകയാണ്, 7 ദിവസം കഴിയുമ്പോൾ ഞാൻ എന്തു ചെയ്യും? നിൻ്റെ അടുക്കൽ വരും. അതുവരെ എന്ത് ചെയ്തോണം? നീ കാത്തിരുന്നോണം. പക്ഷേ ശമൂവേൽ വരുവാൻ താമസിക്കുന്നു. അല്പം താമസിച്ചപ്പോഴേ പുള്ളി ദൈവകൃപയിൽ നിന്ന് എന്ത് ചെയ്തു? പിന്നെ കാണിച്ചത് മൊത്തം നിങ്ങൾ വേറൊരു ഉപവാസ പ്രാർത്ഥന വെച്ചാൽ ഞാൻ പഠിപ്പിക്കാം. ഓക്കെ, ഞാൻ എടുത്തു. ശൗൽ ദൈവകൃപയിൽ നിന്ന് പോയി. ശൗലിന് പകരം ദൈവം ദാവീദിനെ എഴുന്നേൽപ്പിച്ചു. ദാവീദിൻ്റെ കടിപ്രദേശത്തു നിന്ന് ഒരു മനുഷ്യൻ വന്നു, ശലോമോൻ്റെ ഭരണകാലത്ത് ദൈവം ശലോമോന് കൊടുത്ത ദൈവകൃപ മുഴുവൻ കാറ്റിൽ പറത്തി.
വളരെ ആഴമായി പഠിക്കേണ്ട 3 രാജാക്കന്മാരുടെയും ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. ശലോമോൻ ദൈവകൃപയിൽ നിന്ന് വീണതോടുകൂടെ, ശലോമോൻ ദൈവത്തിൻ്റെ വഴി വിട്ടതോടുകൂടെ ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. അവൻ്റെ പേരാണ് അഹിയ പ്രവാചകൻ. അഹിയ പ്രവാചകനെ ദൈവം യെരൂശലേമിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട്, അഹിയ പ്രവാചകൻ യെരൂശലേമിൽ നിന്ന് വരുന്ന യൊരോബയാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വഴിയിൽ വെച്ച് പിടിച്ചു നിർത്തി. ആ യൊരോബയാം എന്ന് പറയുന്ന മനുഷ്യൻ ശലോമോൻ്റെ രാജ്യത്തിലെ ഒരു ദാസിയുടെ മകനാണ്. അവൻ വിധവയുടെ മകനാണ്. പ്രൈസ് ദി ലോർഡ്. വിധവയുടെ മകനായ ദാസിയുടെ മകനായ യൊരോബയാമിൻ്റെ അടുക്കലേക്ക് അഹിയ പ്രവാചകൻ ചെന്നിട്ട് തൻ്റെ തോളിൽ കിടന്ന പുതിയ പുതപ്പ് 12 കഷ്ണമായി വലിച്ചു കീറിയിട്ട് 10 കഷ്ണം ഈ അഹിയ പ്രവാചകൻ യൊരോബയാമിൻ്റെ തോളിലേക്ക് ഇട്ടേച്ചു പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഇസ്രായേലിനെ 12നെയും വലിച്ചു കീറും, 2 ഭാഗങ്ങളാക്കി മാറ്റി അതിൽ 10 ഗോത്രത്തെ നിനക്ക് നിന്റെ കരത്തിൽ ഭരണത്തിനായിട്ട് ഏൽപ്പിക്കും, നിന്നെ അവർക്ക് രാജാവാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ട്. ഇത് ദൂത് കേട്ട മനുഷ്യനാരാണ്? ഒരു ദാസിയുടെ മകൻ, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വിധവയുടെ മകൻ. അവൻ്റെ ചരിത്രം നോക്കിയാൽ ഒരിക്കൽ പോലും ഒരു രാജാവാകാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഒരിക്കൽ പോലും ഒരു രാജാവാകാനുള്ള ക്വാളിറ്റി അവരില്ല, ഒരിക്കൽ പോലും ഒരു രാജാവാകാനുള്ള ട്രെയിനിങ് അവരില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു ദൂത് അവൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം കൈമാറുകയാണ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പ്രാരംഭത്തിൽ ഞാനൊരു ദൂത് ഇങ്ങനെ വിളിച്ചു പറയാ, നിന്റെ ചരിത്രം നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ നിന്റെ ജീവിതത്തെ മാറ്റി എഴുതാൻ കഴിയുന്ന ഒരു ദൈവം ഈ പകൽക്കാലം ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പാരമ്പര്യം നോക്കിയാൽ, നമ്മുടെ കഴിവ് നോക്കിയാൽ, ഹല്ലേലൂയ, നമ്മുടെ വിദ്യാഭ്യാസം നോക്കിയാൽ, നമ്മുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതൊന്നിനെ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിലേക്ക് കൈമാറി നിന്നെ മാനിക്കാൻ കഴിയുന്ന കരുത്തുള്ള ഒരുവനെയാണ് ഈ പകൽ നാം സേവിക്കുന്നതെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽ അത് അവനോടുള്ള ദൈവത്തിൻ്റെ കരുണയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതവനോടുള്ള ദൈവത്തിൻ്റെ വലിയ ദയയാണ്. ഇന്ന് പകലിൽ ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് പറയാം, ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ മേൽ ഇറങ്ങി വന്നാൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പൊസിഷനിലേക്ക് നമ്മെ ലിഫ്റ്റ് ചെയ്യുവാൻ അവൻ്റെ കരുണയ്ക്ക് കഴിയും. ഹല്ലേലൂയ. തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഒരു വഴിയിൽ യഹോവയ്ക്ക്, ഒരു മനുഷ്യൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തോടങ്ങയുടെ ദയറങ്ങി വരുവാൻ ഇടയാകണം, എന്നോടങ്ങ് പകൽ കരുണ കാണിക്കണം. ഹല്ലേലൂയ. നിന്റെ വഴിയിലെ യഹോവയ്ക്ക് പകൽ പ്രസാദമുണ്ടോ? നിന്റെ വഴിയിലെ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത, ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്ത, ആർക്കും ഒതുക്കിക്കെട്ടുവാൻ കഴിയാത്ത മണ്ഡലത്തിലേക്ക് നിന്റെ ജീവിതത്തെ പടുത്തുയർത്താൻ കഴിയുന്നവരാണ് നിന്നോട് കരുണ കാണിക്കുന്ന ദൈവമെന്ന് ഈ പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈ മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ ഇറങ്ങി വന്നു. ശലോമോൻ ഈ യൊരോബയാമിനോട് അഹിയ പ്രവാചകൻ ഈ ദൂത് പറഞ്ഞ് ചങ്ങ് പോയി. പ്രൈസ് ദി ലോർഡ്. അഹിയ പ്രവാചകൻ ഈ ദൂത് പറഞ്ഞ ശേഷം ശലോമോന്റെ മകനായ രഹബയാം ഇസ്രായേലിന് രാജാവായി. 12 ഗോത്രത്തിന്. ശ്രദ്ധിക്കണം, പേര് മാറിപ്പോകരുത്. യൊരോബയാമിനോടാണ് ദൂത് പറഞ്ഞ് 10 ഗോത്രത്തിന് രാജാവാക്കും. ശലോമോൻ്റെ മകനായ രഹബയാം ഇസ്രായേലിൽ 12 ഗോത്രത്തിന്, ശലോമോൻ്റെ മകനായ രഹബയാം ഇസ്രായേലിൽ രാജാവായിരിക്കുമ്പോൾ, ഇസ്രായേലിൽ ശലോമോന് ശേഷം തൻ്റെ മകനായ രഹബയാം രാജാവായ സമയത്ത് ഇസ്രായേലിലുള്ള ആൾക്കാരെല്ലാം കൂടെ വന്ന് തൻ്റെ ആ വലിയ ഒരു നിവേദനവുമായി ആ രാജാവിൻ്റെ അടുക്കൽ വരിക. എന്നിട്ട് പറയുക, നിന്റെ അപ്പനായിരിക്കുന്ന ശലോമോൻ ഞങ്ങളുടെ മേൽ വലിയ ടാക്സ് ചുമത്തി, ഞങ്ങളുടെ മേൽ വലിയ നികുതി ചുമത്തി, വലിയ ചുങ്കം ചുമത്തി, ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. ഞങ്ങളോടൊന്ന് കരുണ കാണിച്ച് എന്ത് ചെയ്യണം, ഇതൊന്ന് ഇളച്ചു തരണം. ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു റിക്വയർമെൻറ്റുമായി ഇസ്രായേൽ ജനം രഹബയാമിൻ്റെ അടുക്കൽ വന്നപ്പോൾ രഹബയാം പറഞ്ഞു, എനിക്ക് 3 ദിവസത്തെ സമയം തരണം.
ഞാനതിന് മറുപടി പറയാം. അവർ പോയി രെഹബെയാം തൻ്റെ അടുക്കൽ നിൽക്കുന്ന പ്രായമുള്ള ആൾക്കാരുടെ അടുക്കൽ അവന് അഡ്വൈസ് ചോദിക്കുക. അഡ്വൈസ് ചോദിച്ചാൽ അവർ പറഞ്ഞു, ശരിയാ മോനെ, നിൻ്റെ അപ്പൻ ഈ ജനത്തോട് കാണിച്ച് ഇത്തിരി കാഠിന്യം, ഇച്ചിരി ക്രൂരമാണ്. പക്ഷേ എന്ത് ചെയ്യരുത്, നീ അവരോട് അങ്ങനെ കാണിക്കരുത്. അവരോട് എന്ത് ചെയ്യുക, കരുണ കാണിച്ച് അവർക്ക് ടാക്സ് ഇളച്ച് കൊടുക്കണം, അവർക്ക് നികുതി ഇളച്ചു കൊടുക്കണം, അവരോട് വലിയ കരുണ നീ കാണിക്കണം. നിന്നെ രാജസ്ഥാനത്ത് ദൈവം കൊണ്ടുവന്നതല്ലേ. പക്ഷേ ആ വൃദ്ധന്മാരുടെ ആലോചന ഈ മനുഷ്യന് ഇഷ്ടപ്പെട്ടില്ല. അവർ യൗവനക്കാരുടെ അടുക്കൽ പറഞ്ഞു. അവൻ യൗവനക്കാരോട് അഡ്വൈസ് ചോദിച്ചു. യൗവനക്കാരോട് ചോദിച്ചോണ്ടേ അവർ പറയും, അങ്ങനല്ല, ആ വൃദ്ധന്മാർ പറഞ്ഞത് കേൾക്കരുത്. യൗവനക്കാർ പറയുകയാണ്, നീ അവർ വരുമ്പോൾ പറയണം, നിൻ്റെ അപ്പൻ്റെ അരയേക്കാൾ വണ്ണമുണ്ട് നിൻ്റെ പെരുവിരലിൽ നിന്ന് പറഞ്ഞോണോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിൻ്റെ അപ്പൻ നിങ്ങളുടെ മേൽ വെച്ചതിനേക്കാൾ കൂടുതൽ ഭാരം ഞാൻ നിങ്ങളുടെ മേൽ വെക്കും എന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ, ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്. ഈ വൃദ്ധന്മാർ നല്ല ആലോചന പറഞ്ഞു കൊടുത്തു, പക്ഷെ കേട്ടില്ല. അവൻ യൗവനക്കാരുടെ ആലോചന കേട്ടു. ഹല്ലേലൂയ. ഇവൻ ആ ജനം വന്നപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു. ആ ജനം എന്ത് ചെയ്തു, മനസ്സു ഭാരപ്പെട്ട് അങ്ങോട്ട് ചെന്ന് 10 ഗോത്രം ഒരുമിച്ച് കൂടി അവർക്ക് ഇസ്രായേലിന് ഒരു രാജാവിനെ തെരഞ്ഞെടുത്തവർ അവൻ യൊരോബെയാമിനെ തങ്ങൾക്ക് രാജാവാക്കി. മനസ്സിലാവുന്നോ? അപ്പൊ ഇവൻ ഈ ആലോചന നിരസിച്ചത് വെറുതെയല്ല, അത് ദൈവത്താലാണ്. കാരണം എന്നാ, അഹിയാ പ്രവാചകനിൽ കൂടെ യൊരോബെയാമിനോട് പറഞ്ഞ് ദൂത് നിവർത്തിക്കണമെങ്കിൽ ഈ വൃദ്ധന്മാരുടെ ആലോചന ഇവൻ തിരസ്കരിക്കണം. അപ്പോൾ അത് ദൈവത്താലാണ് സംഭവിച്ചത്. ഇന്ന് പകൽ ഞാനൊരു ദൂത് ഇങ്ങനെ ദൈവമക്കളോട് പറയാ, നിങ്ങളോട് പറഞ്ഞ ദൈവിക ആലോചന നിവർത്തിക്കാൻ നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ട, സ്വോത്രം ചെയ്ത് വിട്ടാൽ മതി. ഹല്ലേലൂയ. കാരണം എന്നറിയാമോ, ആലോചന പറഞ്ഞവനത് നിവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. അതിനുള്ള വഴി അവന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. അവൻ യൊരോബെയാം ഒരു കാര്യത്തിനും പോയില്ല, യൊരോബെയാം ഒരു ക്രമീകരണത്തിനും നിന്നില്ല. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൂതിന്റെ നിവർത്തിക്കായി ദൈവം കളമൊരുക്കുകയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിന്നോട് പറഞ്ഞ ദൂത് നിവർത്തിക്കപ്പെടാൻ ഒരു സാധ്യതയും നിന്റെ മുമ്പിൽ ഇല്ലെങ്കിലും ഇന്ന് പകൽ സ്തോത്രം ചെയ്തിരുന്നു. ദൂത് പറഞ്ഞവന് സാഹചര്യം ഒരുക്കുവാൻ വിശ്വസ്തനാണ്, അതിനുവേണ്ടി കളമൊരുക്കുവാൻ വിശ്വസ്തനാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ നിന്റെ മുമ്പിൽ വഴി തുറക്കപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത സ്ഥാനത്ത് ദൈവത്താൽ ചിലർ ഒരുക്കപ്പെടുന്നുവെന്ന് ആത്മാവി പകൽ ദൂത് പറയും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ച് ദൈവമക്കളെ പകൽക്കാലം ഭരിക്കണം. ഞാൻ നിശ്ചയമായിട്ട് കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞല്ലോ, ഇനി മേലാലൊരു രാജ്യത്ത് ഞാൻ പോവുകയില്ലെന്ന് പറഞ്ഞ് പാസ്പോർട്ട് മടക്കിയ ആളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പോവുകയില്ലെന്ന് നിശ്ചയമായിട്ട് തീരുമാനിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവെന്നെ ഇവിടെ അയച്ചെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവനൊരു ബോധ്യം തരുന്നത്, എൻ്റെ ഹൃദയത്തിൽ തരുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. അല്ല, ചിന്തയല്ല, ഒരു ഉറപ്പ് ഞാൻ നിങ്ങളോട് പറയാം. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ചിലർക്ക് വേണ്ടി അസാധാരണമായ ഒരു ക്രമീകരണം, ഹല്ലേലൂയ, നടക്കത്തില്ലെന്ന് പിശാച് വിധി എഴുതുന്നത്, നടക്കത്തില്ലെന്ന് സാഹചര്യം വിധി എഴുതുന്നത്, നടക്കത്തില്ലെന്ന് നിയമവിധി എഴുതുന്നത്, നടക്കത്തില്ലെന്ന് ലോകം വിധി എഴുതുന്നത്, നടക്കത്തില്ലെന്ന് നിന്റെ ബാക്ക്ഗ്രൗണ്ട് വിധി എഴുതുന്നത് എല്ലാം മാറ്റിമറിക്കുന്ന ഒരു ദൈവിക ഇടപെടലിന് കളമൊരുക്കപ്പെടുന്നുവെന്ന് ആത്മാവി പകൽ ദൂത് പറയുകയാ. അസാധാരണമായ ഒരു ദൈവിക ഇടപെടൽ കൊണ്ട്, അസാധാരണമായ ഒരു ദൈവിക ക്രമീകരണം കൊണ്ട് നിന്നോടുള്ള വാഗ്ദത്തം നിവർത്തിക്കാൻ, നിന്നെ ഉറപ്പിച്ചു നിർത്താൻ, നിന്നെ ഓടിച്ചു കളയുമെന്ന് പറയുന്ന ഈ മണ്ഡലങ്ങളുടെ നടുവിൽ ദേശം അറിയപ്പെടുമാറ് നിന്നെ മാനിക്കേണ്ടതിന് ദൈവത്താൽ പദ്ധതികൾ വെളിപ്പെട്ടു വരുന്നുവെന്ന് ഈ പകൽ ആത്മാവ് ദൂത് പറയുകയാണ്. നമ്മള് വലിയ ക്രമീകരണങ്ങൾക്കൊന്നും പോകണ്ട, നമ്മൾ പ്രാർത്ഥിച്ചോണ്ടിരുന്നാൽ മതി. ദൈവസന്നിധി കേൾക്കുന്ന ദൂതിനു മുൻപാകെ
കർത്താവേ, എന്നോട് പറഞ്ഞ ആലോചനയ്ക്ക് സ്തോത്രമെന്ന് പറഞ്ഞാൽ മതിയെന്നേ. ദൂത് പറയുന്ന ദൈവത്തിനൊരു വിശ്വസ്തതയുണ്ട്. സ്വർഗമാണോ നിന്നോടൊരു ആലോചന പറയുന്നത്? ഏതു പ്രതിസന്ധികൾ അതിനെതിരെ എഴുന്നേറ്റ് നിന്നാലും, ഏതു വെല്ലുവിളികൾ അതിനെതിരെ എഴുന്നേറ്റ് നിന്നാലും, പർവ്വത സമാനമായ വിഷയങ്ങൾ അതിനെതിരെ വെളിപ്പെട്ടു വന്നാലും, ഇന്ന് പകൽക്കാലം നിവർത്തിപ്പാൻ കരുത്തുള്ള ഒരുവൻ ഈ പകൽക്കാലം ഉയരത്തിലുണ്ടെന്ന് മറക്കരുത്. ഹല്ലേലൂയ. ഞാനൊരു വചന വെളിപ്പാട് പറയാം. ഇസ്രായേൽ ജനം, നമ്മൾ ഈ വേദഭാഗത്തോട് പകർന്ന് ചിന്തിക്കട്ടെ. എനിക്ക് ഞാൻ ക്ലോക്ക് മിക്കവാറും തിരിച്ചു വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. ഹല്ലേലൂയ. ദൂത് പറഞ്ഞു പോയ വചന വെളിപ്പാട് ശുശ്രൂഷിച്ചു പോയില്ലെങ്കിൽ എനിക്കൊരു സന്തോഷമില്ല. അതുകൊണ്ട് മുഖവര പോലും എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു വചന വെളിപ്പാട് പറയാം. ഈ ഇസ്രായേൽ ജനം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിൽ 3 ഘട്ടങ്ങളായിട്ടാണ് മടങ്ങി വരുന്നത്. പിന്നീട് ഞാനത് പറയും. അതിൽ ഒരു പ്രാവശ്യം മടങ്ങി വരുന്നത് സെരൂബാബേലിൻ്റെ നേതൃത്വത്തിലും അന്നത്തെ മഹാപുരോഹിതനായ യോശുവയുടെ നേതൃത്വത്തിലുമാണ്. ഒന്നാമത്തെ പ്രാവശ്യം മടങ്ങി വരുന്നത് 3 പ്രാവശ്യം. രണ്ടാമത്തെ പ്രാവശ്യം മടങ്ങി വരുന്നത് എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിലാണ്. ഒന്നാമത്തെ പ്രാവശ്യം മടങ്ങി വരുന്നത് എപ്പോഴാണ്? സെരൂബാബേലും അന്നത്തെ പുരോഹിതനായിരിക്കുന്ന യോശുവയും. അതിനുശേഷം മടങ്ങി വരുന്നത് എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ. മൂന്നാമത്തെ പ്രാവശ്യം മടങ്ങി വരുന്നത് നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ. ഇങ്ങനെ 3 മടക്കയാത്ര ക്രമീകരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രാവശ്യം സെരൂബാബേൽ, ശെയല്തീയേലിൻ്റെ മകനായ സെരൂബാബേലിൻ്റെ നേതൃത്വത്തിൽ മടങ്ങി വരുമ്പോൾ അവർ ആലയം പണിയാനാണ് മടങ്ങി വരുന്നത്. ആലയം പണിയാൻ മടങ്ങി വരുമ്പോൾ ആലയം പണിയേണ്ടതിന് ആവശ്യമായിരിക്കുന്ന ആലയം വക ഉപകരണങ്ങളെല്ലാം നെബൂഖദ്നേസറിൻ്റെ കൊട്ടാരത്തിൻ്റെ പിന്നിലുള്ള ബാബിലോണിയ ക്ഷേത്രത്തിൻ്റെ ഇരുട്ടറയിലാണ്. ഒരിക്കൽ പോലും സെരൂബാബേലിൻ്റെ മുൻപിൽ അതിനൊരു ക്രമീകരണം ഇല്ല. ആലയം വക ഉപകരണങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചോന്ന് എനിക്കറിയത്തില്ല. ഒരു ചിന്ത ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു റോണച്ചാൻ്റെ വീട്ടിൽ വെച്ച് ഉള്ള സന്ദേശത്തിൽ ഞാൻ അതിൻ്റെ ഒരു ഭാഗമൊന്ന് തൊട്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ചെറിയ ഓർമ്മശക്തി എനിക്കുള്ളതുകൊണ്ട് ഹല്ലേലൂയ ഞാനിങ്ങനെ ചിന്തിക്കുക. ശ്രദ്ധിച്ച് ആവർത്തന വരസത തോന്നണ്ട. നമുക്കറിയാമല്ലോ, വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് യെശയ്യാ പ്രവചനം 45-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ചിന്തയുണ്ട്. കോരശ് എൻ്റെ ഇടയിൽ ഞാൻ അവർ വലങ്കരം പിടിച്ചിരിക്കുന്നു. രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതും ജാതികൾ കീഴടങ്ങേണ്ടതിനും കതകുകൾ തുറന്നിരിക്കേണ്ടതും വാതിലുകൾ അടയാതിരിക്കേണ്ടതും ഞാൻ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? അവരുടെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമരക്കടകുകളെ തകർത്ത് ഇരുമ്പോടാമലുകൾ ഖണ്ഡിച്ചു കളയും. ഇരുട്ടിലെ നിക്ഷേപത്തെയും മറവിടത്തിലെ ഗുപ്തനിധികളെയും നിനക്ക് തരും എന്നുള്ള ഒരു വേദഭാഗം യെശയ്യാ പ്രവചനം 45:1 മുതൽ കിടപ്പുണ്ട്. നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി, പിന്നീട് വായിച്ചാൽ മതി, വിശദീകരിക്കുന്നില്ല. ശ്രദ്ധിക്കൂ, എന്താണ് ഇരുട്ടിലെ നിക്ഷേപം? എന്താണ് മറവിടത്തിലെ ഗുപ്തനിധി? എന്താണ് ഈ പദത്തിൻ്റെ അർത്ഥം? നമ്മൾ പലപ്പോഴും അങ്ങനെയൊക്കെ ദൂത് കേൾക്കാറുണ്ട്. അവൻ ഒരു പ്രവാചകൻ ഓടി വന്നു കഴിഞ്ഞാൽ പാസ്റ്റർ തോളയിലോട്ട് പറയുകയാണ്, ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപത്തെയും മറവിടത്തിലെ ഗുപ്തനിധികളെയും തരും. പാസ്റ്റർ എന്ത് ചെയ്തു? ഗ്ലോറി 2 ചാട്ടം ചാടി. പ്രൈസ് ദി ലോർഡ്. എന്നാ ഒന്നും പിടികിട്ടിയില്ല. എന്നാ ഇരുട്ടിലെ നിക്ഷേപം, എന്നാ മറവിടത്തിലെ ഗുപ്തനിധി? അത് നമ്മളോടുള്ള ദൂതൊന്നുമല്ല. എന്നാ നിങ്ങൾക്കൊരു സന്തോഷമില്ല? അത് ഈ പുള്ളി എങ്ങോട്ടാ കൊണ്ടുപോകുന്നതിന് ചിന്തിക്കുകയാണോ? ശ്രദ്ധിച്ചേ, അത് യഥാർത്ഥത്തിൽ എന്താണ് ഇരുട്ടിലെ നിക്ഷേപം? എന്താണ് മറവിടത്തിലെ ഗുപ്തനിധി? ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദ ജനം പ്രവാസത്തിലേക്ക് പോകുമ്പോൾ യെരൂശലേം ദൈവാലയത്തിനകത്തെ ഉപകരണങ്ങളും യെരൂശലേമിൻ്റെ ട്രഷറിയും എന്ത് ചെയ്തു? നെബൂഖദ്നേസർ എടുത്തു. എന്നിട്ട് അത് ബാബിലോണിലെ ക്ഷേത്രത്തിൻ്റെ മറവിടത്തിൽ അല്ലെങ്കിൽ ബാബിലോണിയ ക്ഷേത്രത്തിൻ്റെ ഇരുട്ടറയിൽ കൊണ്ടുപോയി വെച്ചു. അതാണ് ഇരുട്ടിലെ നിക്ഷേപം, മറവിടത്തിലെ ഗുപ്തനിധി. ഇത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ യെരൂശലേം ദൈവാലയം എന്ത് ചെയ്തുള്ളൂ? റീബിൽഡ് ചെയ്ത് അവിടെ ആരാധന തുടങ്ങാൻ പറ്റുള്ളൂ. ഇത് എടുത്തോണ്ട് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കാരണം അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് യെശയ്യാ പ്രവചനത്തിൽ, അവൻ വാതിലുകൾ നിങ്ങൾ കടയാതിരിക്കേണ്ടതും കതകുകൾ തുറന്നിരിക്കേണ്ടതിനും എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? കതകുകൾ തുറന്നിരിക്കേണ്ടതും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്നാ? കതകും വാതിലും തമ്മിൽ 2 വ്യത്യാസമുണ്ടോ? കതകും വാതിലും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇത് നമ്മൾ നാടൻ ഭാഷ കൊല്ലത്തുകാർ പറയും കതകെന്ന് പറയും. സ്തോത്രം. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കൂടി കോട്ടയത്ത് വന്നാൽ വാതിലെന്ന് പറയും. വലിയ വ്യത്യാസമുണ്ടോ? അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനല്ല, ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഡോർസ് ആൻഡ് ഗേറ്റ്സ് എന്നാണ്. ഡോർസ് ആൻഡ് ഗേറ്റ്സ് എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയാമോ?
ബാബിലോണിയ ക്ഷേത്രത്തിനും ബാബിലോണിയ കൊട്ടാരത്തിനും ചുറ്റും വലിയ 2 മതിലുകളുണ്ട്. 360 അടി പൊക്കവും 80 അടി വീതിയും 60 മൈൽ ചുറ്റളവുമുള്ള ഒരു വലിയ മതിൽ ബാബിലോണിയ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട്. ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആ വൻമതിൽ വന്നു ചേരുന്ന അതിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് 3 പ്രധാന താമര ഗേറ്റുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ഗേറ്റുകൾ അകത്ത് നിന്ന് വലിച്ചു തുറക്കുന്ന ഗേറ്റുകളാണ്. അകത്തു നിന്ന് പുറത്തുനിന്ന് തള്ളിയാൽ എന്ത് ചെയ്യില്ല, തുറക്കുകയില്ല. അകത്തു നിന്ന് വലിച്ചു തുറക്കുന്ന ഗേറ്റുകളാണ്. പ്രത്യേകമായ അത് ഹിഞ്ചസ് പിടിപ്പിച്ചിട്ടുള്ള, മനുഷ്യൻ വലിച്ചാൽ തുറക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആനകളാണ് ഇത് വലിച്ചു തുറക്കുന്നത്. ആനകൾ വലിച്ചു. അതാണ് 3 താമ്ര ഗേറ്റുകൾ, താമ്ര കതകുകൾ എഴുതിയിരിക്കുന്നു. രണ്ടാമത്, ഈ താമ്ര കതകുകൾ തുറന്നകത്തേക്ക് കയറിയാൽ 250 അടി പൊക്കമുള്ള വലിയൊരു മതിൽ പിന്നെയുണ്ട്. കുറച്ച് ഈ മതിലിന് കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അടുത്ത ഒരു മതിൽ ചെല്ലുകയാണ്. അതിന് 250 അടി പൊക്കമാണ്. ആ മതിലിനകത്ത് 120 കതകുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഡോർസ് ആൻഡ് ഗേറ്റ്സ് എന്ന് പറയുന്നത് മനസ്സിലായോ? ഈ 2 മതിലുകളിലുമുള്ള ഒരു മതിലിനകത്ത് 120 കതകുകളും ഒരു മതിൽ 3 താമ്ര ഗേറ്റുകളും, അതാണ് ഡോർസ് ആൻഡ് ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഈ 2 മതിലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പ്രത്യേകമായ കളങ്ങൾ കെട്ടിയുണ്ടാക്കി അതിനകത്ത് യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം ഫില്ല് ചെയ്തിട്ട് മുതലകളെ ഇട്ടേക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ആരെങ്കിലും ഒരു മനുഷ്യൻ ഇതിനകത്തോട്ട് കയറിപ്പോയാൽ മുതല എന്തു ചെയ്യും? അപ്പോൾ ഒരു ദിവസം ഇത് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരാൾ ചോദിച്ചു, എന്നാ ചെയ്യും പാസ്റ്റേന്ന്. ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, അവർ ചെയ്തോളും. ഹല്ലേലൂയ. മനസ്സിലാവുന്നില്ലയോ? മുതല എന്നാ ചെയ്യുമോ എന്നുള്ളത് നമ്മളോട് ചോദിച്ചിട്ട് അത് ചെയ്തേ. മുതല കാര്യം ചെയ്തോളും. ഒരു മനുഷ്യനകത്തോട്ട് എന്ത് ചെയ്യത്തില്ല, കയറാൻ പറ്റുകയില്ല. അത് ആ മതിലുകൾക്കകത്ത് കയറുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്, അസാധ്യമായ മണ്ഡലങ്ങളാണ്. അപ്പോൾ ആനകളെ കൊണ്ട് വലിച്ചു തുറക്കുന്ന ഗേറ്റുകൾ പുറത്തുനിന്ന് ഒരു മനുഷ്യൻ തള്ളിയാൽ തുറക്കത്തില്ല. ഈ ഗേറ്റുകൾ തുറന്നിട്ട് ഇനിയും അകത്ത് കയറിയാൽ 250 അടി പൊക്കമുള്ള മതിലുകളിൽ 120 കതകുകളിൽ ഒരു സമയത്ത് ഒരെണ്ണേ തുറക്കത്തുള്ളൂ. അതെപ്പോൾ എങ്ങനെ തുറക്കുമെന്നുള്ളത് തുറക്കുന്ന സമയത്ത് മാത്രമേ അറിയുള്ളൂ. ഹല്ലേലൂയ. ആര് തുറക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള കതകുകൾക്കകത്തൂടെ കയറിയാലാണ് ബാബിലോണിയ കൊട്ടാരം. അതിൻ്റെ പിറകിലാണ് ബാബിലോണിയ ക്ഷേത്ര സമുച്ചയം. അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് യെരൂശലേം ദൈവാലയത്തിൻ്റെ ഉപകരണങ്ങൾ കിടക്കുന്നത്. ഇതെടുത്തോണ്ട് വന്നിട്ട് വേണം സെരുബാബേൽ എന്തോ ചെയ്യാൻ. അതുകൊണ്ടാണ് സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ എന്ന് ചോദിച്ചേക്കുന്നത്. എന്താ, ആൽപ്സ് പർവ്വതമാണോ? അല്ലല്ല. സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം ഏതാ? ഈ ഡോർസും ഗേറ്റും ഈ സംവിധാനങ്ങളുമാണ്. ഇതെല്ലാം എടുത്ത് ഇതിൻ്റെ എല്ലാം അകത്ത് കയറിയിട്ട് വേണം എന്തോ ചെയ്യാൻ, എടുത്തുകൊണ്ട് വരാൻ. ഒരിക്കൽ പോലും നടക്കത്തില്ല, ഒരിക്കൽ പോലും സാധ്യതയില്ലാത്ത ഒരു മണ്ഡലമാണ് സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ ആലയം പണിയാൻ സ്വർഗം കണ്ടത് സെരുബാബേലിനെയാണെങ്കിൽ അസാധ്യതകൾ എത്ര മുമ്പിൽ വെളിപ്പെട്ടു നിന്നാലും അതിനകത്തു നിന്ന് കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം വചന വെളിപ്പാട് മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിന്റെ മുമ്പിൽ ദൈവം പറഞ്ഞ ദൂത് നിവർത്തിക്കപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലെങ്കിലും ഇന്നു പകൽ നീ ഭാരപ്പെടണ്ടെന്നേ. ഹല്ലേലൂയ. ലോകത്തിന്റെ നിയമം നിനക്കെതിരായിരിക്കാം, രാജ്യത്തിന്റെ നിയമം നിനക്കെതിരായിരിക്കാം, വ്യക്തികൾ നിനക്കെതിരായിരിക്കാം, സമൂഹങ്ങൾ നിനക്കെതിരായിരിക്കാം, പിശാചിന്റെ മണ്ഡലങ്ങൾ നിനക്കെതിരായിരിക്കാം. Doesn't matter. അവൻ ദൈവമാണോ ദൂത് പറഞ്ഞത്? എല്ലാം എതിരായി നിന്നാലും നിന്നോട് പറഞ്ഞത് നിവർത്തിക്കാൻ കഴിയുന്ന കരുത്തുള്ളവന്റെ കരമിന്ദിരാ അവൻ പകലിൽ ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. നീ ആമേൻ പറഞ്ഞോ, നിന്റെ ദൂതിന്റെ നിവർത്തി നിന്റെ കരത്തിൽ തരാൻ സമയമായി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവചിച്ച് പറയുകയാ, നടക്കത്തില്ലെന്ന് നിന്റെ ഹൃദയം കൊണ്ട് നീ വിധി എഴുതിയ ചില വിഷയങ്ങൾക്ക് ദൈവത്താൽ കരം ചലിക്കാൻ തുടങ്ങുകയാണ്. ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങുകയാണ്. ദൈവത്താൽ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങുകയാണ്. നടക്കത്തില്ലെന്ന് വിധി എഴുതി മാറ്റി നിർത്തിയ ചില വിഷയങ്ങൾക്ക് എണ്ണം പറഞ്ഞ മറുപടിയുമായി സ്വർഗം ചലിക്കുന്ന പകലാണെന്ന് ഈ പകൽ ആത്മാവ് ദൂത് പറയുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ പൈശാചിക കെട്ടുകൾ അതിന്മേൽ വ്യാപരിക്കുന്നത് പൊട്ടിമാറുകയാണ്. മാനുഷിക ജൽപ്പനകൾ അതിന്മേൽ വ്യാപരിക്കുന്നത് പൊട്ടിമാറുകയാണ്. ദുഷ്ടന്റെ ആധിപത്യങ്ങൾ ഈ പകൽ പൊട്ടിമാറുകയാണ് യേശുവിന്റെ നാമത്തിൽ.
ഓ, രക്തത്താൽ ജയം. ദൈവത്തിന്റെ ആത്മാവ് ഒരു വചനത്തിന്റെ ദൂത് ഇങ്ങനെ പറയുന്നു: നീ പ്രാർത്ഥിച്ചു, ദൂത് കേട്ടു, അവൻ വിശ്വസിച്ചു, എന്നിട്ടും പലതും നടക്കുന്നില്ല. അയ്യോ, ഇനി അത് നടക്കത്തില്ല, ഇനി അതിനുള്ള സാധ്യതയില്ല. അത് നടക്കാനുള്ള എല്ലാ വഴിയും ഹല്ലേലൂയ നിയമപരമായി കൊട്ടിയടക്കപ്പെട്ടു, നിയമപരമായി തഴുതിടപ്പെട്ടു. എല്ലാ നിലയിലും സാഹചര്യങ്ങൾ അവൻ വിരോധമായി, അവൻ നടക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ വാഗ്ദത്തങ്ങളുടെ മേൽ, നിന്റെ അവകാശമായ വാഗ്ദത്തത്തിന്മേൽ ദുഷ്ടൻ ചെങ്കോല് വെച്ച് അധികാരം പറയുമ്പോൾ, ഇന്ന് പകൽ വചനത്തിന്റെ ദൂത് പറയുന്നു: നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇനി ഇരിക്കുകയില്ലെന്നുള്ള വചനപ്രകാരം ഇന്ന് പകൽക്കാലം ദുഷ്ടൻ അവകാശം പറഞ്ഞ് പിടിച്ചു വെച്ച അവൻ നിയമം കൊണ്ട് തഴുതിട്ട, അവൻ നടക്കത്തില്ലെന്ന് വിധി എഴുതി ജനം മാറ്റി നിർത്തിയ ചില വിഷയങ്ങളുടെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ അധികാരത്തോടെ വാഴുന്നത് ഈ പകൽ ദൈവാത്മാവ് ഓടിച്ചു കളയുകയാണ്. നീതിമാൻ നീതികേടിലേക്ക് പോകാതിരിക്കേണ്ടതിന് അവൻ പരിശുദ്ധനായവന്റെ കാര്യം അവൻ നിനക്ക് വേണ്ടി ചലിച്ചിറങ്ങുന്നു എന്ന് ആത്മാവ് ഈ പകൽ ദൂത് പറയുകയാ. നടക്കത്തില്ലെന്ന് വിധി എഴുതിയതാ നിന്റെ മുമ്പിൽ, കണ്ണിന് മുമ്പിൽ നിരത്തി വെക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യൊരോബയാമിനോട് പറഞ്ഞ ദൂത് ദൈവം നിവർത്തിക്കുക, ദൈവം നിവർത്തിക്കുക. ഇന്ന് പകൽക്കാലം ആരായത്? ഒരു ദാസിയുടെ മകനെ, ചിന്തിക്കാൻ കഴിയാത്ത ദൂതാണ് അവൻ്റെ ഉള്ളിലേക്ക് ദൈവം പകർന്നത്. ഒരു ദാസിയുടെ മകനെ, ഒരു വിധവയുടെ മകനെ ഒരു രാജ്യത്തിൻ്റെ രാജാവാക്കാമെന്ന് ഇന്ന് പകൽ ഓർത്തോ ദൈവമക്കളെ. നിന്റെ സാഹചര്യം നോക്കാതെ, നിന്റെ പദവി നോക്കാതെ, നിന്റെ വിദ്യാഭ്യാസം നോക്കാതെ, നിന്റെ ചിന്തയ്ക്ക് അവൻ ഒതുങ്ങാത്ത ഒന്ന് നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എന്റെ സാഹചര്യം നോക്കിയാൽ നടക്കാൻ കഴിയാത്തത് ഇന്ന് പകൽ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആമേൻ. സൈമൺ പാസ്റ്റർ പ്രസംഗത്തിന് ആമേൻ പറയണ്ട, പക്ഷെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ആമേൻ പറയണം. ഈ പകൽ അത് നിവർത്തിക്കപ്പെടാൻ പോകുകയാണ്. ആ 10 ഗോത്രങ്ങൾ കൂടി അവർ പറഞ്ഞ്, ഞങ്ങൾക്കിനി ശലോമോന് മകനായ രെഹബെയാമായിട്ട് ബന്ധം വേണ്ട, ഞങ്ങളൊരു രാജ്യമാകുക. ആ രാജ്യത്തിന് രാജാവായിട്ട് അവർ യൊരോബയാമിനെ രാജാവാക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 10 2 12 ഗോത്രങ്ങളെ 2ആയി വിഭജിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതിൽ 10 ഗോത്രമടങ്ങുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേൽ ഏതാണ്? സ്തോത്രം. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഓടി വരുന്ന എന്താണ്? യാക്കോബിൻ്റെ 12 മക്കളാണ്, ഇല്ലേ? പക്ഷേ വേദപുസ്തകം പഠിക്കുന്നവർക്ക് വേണ്ടി പറയുക, നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും കൂടെ വേണമല്ലോ. സ്തോത്രം. ചിലർ അതിനെ വായിച്ചാൽ ഒന്നും മനസ്സിലാകുകയില്ല. ഈ മറ്റേ പുള്ളിയുടെ വ്യാപാരം ആരാ? എത്യോപ്യ എന്നൊരു പുള്ളി വന്നില്ലയോ? വായിക്കും പക്ഷേ എന്നാന്നൊരു പിടി കിട്ടില്ല. അത് പിടി കിട്ടാൻ വേണ്ടി ഒരു കാര്യം പറയുന്നത്, ഈ രാജാക്കന്മാരുടെ പുസ്തകം പഠിച്ചാൽ, രാജാക്കന്മാരുടെ പുസ്തകം 11 ഈ ശലോമോൻ്റെ കാലഘട്ട ശേഷം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇസ്രായേൽ എന്നോ അല്ലെങ്കിൽ ശമരി എന്നോ അല്ലെങ്കിൽ വടക്കേ രാജ്യമെന്നോ അല്ലെങ്കിൽ പിന്നെ എഫ്രൈം എന്നോ 4 പദങ്ങളാണ്. 1 വടക്കേ രാജ്യം, 2 ഇസ്രായേൽ, 3 ശമരിയ, 4 എഫ്രൈം. ഇങ്ങനെയുള്ള പദങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ശലോമോൻ്റെ കാലഘട്ടത്തിന് ശേഷം എപ്പോൾ ബൈബിളിൽ വായിച്ചാലും അത് ആരെക്കുറിച്ചാണ്? 10 ഗോത്രങ്ങളെക്കുറിച്ചാണ്. ഇസ്രായേൽ എന്ന് പിന്നീട് അറിയപ്പെട്ടത് ആരാണ്? 10 ഗോത്രമാണ്. ക്ലിയറായോ? അപ്പം തന്നെ എത്ര ഗോത്രം അപ്പുറത്തുണ്ട്? 2 ഗോത്രം. അവരെ അറിയപ്പെടുന്നത് യഹൂദ, ഓക്കെ, തെക്കേ രാജ്യം. പ്രൈസ് ദി ലോർഡ്. പിന്നെ സിയോൻ. ഇപ്പോൾ യഹൂദ, സിയോൻ, തെക്കേ രാജ്യം, ജെറുസലേം, 4 പേര് അവർക്കും ഉണ്ട്. അപ്പം പ്രവചന പുസ്തകങ്ങളിൽ എപ്പോഴൊക്കെ ഈ പദങ്ങൾ വായിക്കുന്നു അന്നേരം നമ്മൾ ആലോചിച്ചോണം ആരോടുള്ള ദൂത? ഈ 2 ഗോത്രത്തോടും 10 ഗോത്രത്തോടും ഉള്ള ദൂത. അതിനു മുമ്പ് ഇസ്രായേൽ എന്ന് വായിച്ചാൽ ആരോടുള്ള ദൂതാണ്? യാക്കോബിൻ്റെ 12 മക്കളോടുള്ള ദൂത. ക്ലിയറായോ?
സ്വോത്രം. എനിക്ക് ഇടയ്ക്ക് ഈ ടീച്ചർ മോഡിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യും, അതായി കുഴപ്പം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, എന്നാലും നമ്മൾ വചനം കൂടെ പഠിക്കണമല്ലോ. കാര്യം ഇതറിയാതെ പോയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ 10ഉം 2ഉം ഗോത്രമായിട്ട് എന്ത് ചെയ്തു? അതിൽ ഇസ്രായേലിന് അഥവാ വടക്കേ രാജ്യത്തിൻ്റെ രാജാവായിട്ട് ആര് വന്നു? യൊരോബെയാം വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തെക്കേ രാജ്യത്തിന് അഥവാ യഹൂദയുടെ രാജാവായി ശലോമോൻ്റെ മകനായ രഹബയാം നിൽക്കുകയാണ്. ഓക്കെ, ഈ രഹബയാമും യൊരോബയാമും 2 രാജ്യത്തെ വാഴുന്നു. യഹൂദയെയും ഇസ്രായേലിനും വാഴുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഈ ഇസ്രായേൽ ജനത്തിന് അല്ലെങ്കിൽ മൊത്തത്തിൽ യഹൂദന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഒരൊറ്റ ആലയമേ ഉള്ളൂ. ആണ്ടിൽ അവർക്ക് എത്ര പെരുന്നാളുണ്ട്? ഇസ്രായേലിന് എത്ര പെരുന്നാളുണ്ട്? ഏതൊക്കെയാ? ആ ആ ആ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം. ആ അസോട്ട് നിർത്തിക്ക് പറഞ്ഞാട്ടെ. എന്നെ സ്തോത്രം. പെസഹ. എല്ലാത്തിനെയും സൺഡേ സ്കൂൾ പഠിപ്പിക്കണം. നമ്മൾ അടിച്ചു പൊട്ടിച്ച് കയ്യൊക്കെ തഴമ്പിച്ച് പോവുക. മനസ്സിലാവുന്നില്ലയോ? ഹല്ലേലൂയ. നോ. അതിനെ പഠിക്കണം. എത്ര പെരുന്നാളുണ്ട്? 7 പെരുന്നാൾ. 1-ാമത്തെ പെരുന്നാൾ പെസഹ പെരുന്നാൾ. 2-ാമത്തെ പെരുന്നാൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. 3-ാമത്തെ പെരുന്നാൾ നീരാഞ്ജന പെരുന്നാൾ അഥവാ ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ. 4-ാമത്തെ പെരുന്നാൾ പെന്തക്കോസ്ത് പെരുന്നാൾ അഥവാ പുതിയ ധാന്യാർപ്പണത്തിൻ്റെ പെരുന്നാൾ. സ്തോത്രം. 5-ാമത്തെ പെരുന്നാൾ കാഹളധ്വനി പെരുന്നാൾ. പ്രൈസ് ദി ലോർഡ്. കാഹളധ്വനി. 6-ാമത്തെ പെരുന്നാൾ മഹാപാപപരിഹാര പെരുന്നാൾ. 7-ാമത്തെ പെരുന്നാൾ അതായത് നമ്മൾ ആദ്യം പറഞ്ഞ സാധനം കൂടാര പെരുന്നാൾ. നമ്മൾ നേരെ എന്ത് ചെയ്യും? ഡിസെൻഡിങ് ഓർഡറിലേക്ക്. സ്തോത്രം. അങ്ങനല്ല, ഓർഡറിൽ പഠിക്കണം. സ്തോത്രം. ഈ പെരുന്നാളുകൾ ഓർഡറില്ല. ഇത് ഓർഡറിൽ പഠിച്ചാൽ തെറ്റും. സ്തോത്രം. ഇതൊക്കെ നിഴല. ഈ മഹാപാപ പരിഹാര പെരുന്നാൾ എന്ത് പ്രതിനിധീകരിക്കാന്നറിയോ? മഹോപദ്രവ കാലത്തെ പ്രതിനിധിക്കുക. ഓക്കെ, നമ്മൾ പറയാം മഹാപാപ പരിഹാര പെരുന്നാൾ, അതിനുശേഷം കാഹളധ്വനി പെരുന്നാൾ എന്ന് പറഞ്ഞു പോയപ്പോൾ പണി കിട്ടി. കാര്യം കാഹളധ്വനി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മടങ്ങിവരവിനെ പ്രതിനിധീകരിക്കുക. ദൈവസഭയുടെ എടുക്കപ്പെടല കാഹളധ്വനി പെരുന്നാൾ. മനസ്സിലാവുന്നില്ലയോ? അപ്പം മഹാപാപ പരിഹാര പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് കാഹളധ്വനി പറയുന്നതെങ്കിൽ നമ്മൾ ഏതിലേക്ക് പോവുക? മഹോദരം കഴിഞ്ഞ് കർത്താവിന് വരവെന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണ്. മനസ്സിലാവും? ഓർഡർ തെറ്റിയാൽ എന്നാ നിങ്ങൾ മനസ്സിലാക്കാതെ? നിങ്ങൾ ഈ ഷർട്ട് ഇടുന്നവരില്ലയോ? 1-ാം കൊറിയൻ ഷർട്ട് ഇട്ടിരിക്കുന്നില്ലയോ? ഇപ്പോഴത്തെ ഒരു ട്രെൻഡാ. കണ്ടല്ലൊരു കൊറിയൻ ലുക്ക് തന്നെയായി നമ്മുടെ സിറിയക്കിന്. മനസ്സിലാവുന്നില്ലയോ? നമ്മളൊക്കെ കൂളായിട്ട് ബട്ടൺസ് ഇട്ടുകൊണ്ടിരിക്കുന്നു ഇല്ലേ? സ്തോത്രം. ഈ ബട്ടൺസ് ചിലർ കണ്ടിട്ടുണ്ടോ? എത്ര പ്രാവശ്യം ബട്ടൺസ് ഇട്ടാലും ഒരു ബട്ടൺ താഴെ നിൽക്കില്ലയോ? അതെന്നാ കാര്യം? താഴത്തെ ബട്ടൺ നോക്കുമ്പോൾ ഒരു ഹോൾ ഇല്ല. ഒരു ബട്ടൺ ഉണ്ട്, ഒരു ഹോള് ഇല്ല. എന്നാ കാര്യം? ഹോൾ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ഒന്നാമത്തേത് തെറ്റിയ ഒടുക്കത്തതും തെറ്റും. മനസ്സിലാവും? അങ്ങനെ തെറ്റി നടക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ? വിടുന്നു, കൂടുതൽ വിശദീകരിക്കുന്നില്ല. ശ്രദ്ധിച്ചേ. അപ്പോൾ ഓർഡർ മറക്കരുത്. ഇങ്ങനെ 7 പെരുന്നാളുകളാണ്. ഓക്കെ, 7 പെരുന്നാളുകളെ 3ആയിട്ട് തിരിച്ച് ആ 3 ക്രമീകരണങ്ങൾ 1-ാം മാസവും 3-ാം മാസവും 7-ാം മാസവും ഇങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് ഈ പെരുന്നാളുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ പെരുന്നാളുകൾക്ക് എല്ലാവരും എവിടെ ചെല്ലണം? യെരുശലേം ദൈവാലയത്തിൽ ചെല്ലണം. അങ്ങനെ എല്ലാ പ്രാവശ്യത്തെയും പെരുന്നാളുകൾ കൂടുന്ന സമയത്ത് ഈ യൊരോബെയാമിൻ്റെ നാട്ടിൽ ആരുണ്ട്? 10 ഗോത്രമുണ്ട്. അവർക്കും പെരുന്നാൾ എവിടാ? അവർക്കും യെരുശലേമില്ല. യെരുശലേമിൽ 1-ാം മാസം 3-ാം മാസം 7-ാം മാസം ആര് പോവുക? ഈ 10 ഗോത്രം എവിടെ പോവാ? അറിയുന്നേ, യെരുശലേമിൽ പോവാ. യെരുശലേമിൽ ഇങ്ങനെ ഒരു വർഷം 3 പ്രാവശ്യം എങ്ങോട്ട് യാത്ര ചെയ്യുന്നു? നിങ്ങൾക്ക് സ്കോട്ട്ലൻഡിലാണ് പ്രധാന സഭ എന്ന് ചിന്തിക്കും. സ്തോത്രം. ഈ മാസയോഗം അവിടെ നടക്കുന്നത്, കൺവെൻഷനും അവിടെ നടക്കുന്നത്, ആണ്ടർ യോഗം അവിടെ നടക്കുന്നത്. നമ്മൾ ന്യൂകാസിൽ ഇത് സ്തോത്രം അങ്ങോട്ട് പോകണം. ഇതുപോലെ ഇവരെന്തോ ചെയ്യുകയാണ്? 1-ാം മാസം 3-ാം മാസം 7-ാം മാസം എങ്ങോട്ട് പോവാം?
ആരാ പോന്നേ? യൊരോബെയാമിൻ്റെ നാട്ടിലുള്ള, യൊരോബെയാമിൻ്റെ കീഴിലുള്ള ജനം. എങ്ങോട്ടാ പോകുന്നത്? യെരുശലേം എവിടെയാണ്? യഹൂദയിലാണ്. യഹൂദയില, അത് രഹബയാമിൻ്റെ രാജ്യത്താണ്. അപ്പം ഇങ്ങനെ ഇവന്മാർ ഈ വർഷത്തിൽ 3 പ്രാവശ്യം അങ്ങോട്ട് പോകുമ്പോൾ യൊരോബെയാമിനൊരു പേടി. ഇങ്ങനെ 3 പ്രാവശ്യം അവന്മാർ അങ്ങോട്ട് പോയാൽ മിക്കവാറും എന്തോ ചെയ്യും? അങ്ങോട്ട് അങ്ങനെയുള്ള വ്യാപാരമുള്ള ഒത്തിരി എണ്ണം ഇപ്പോഴും ഉണ്ട്. മനസ്സിലായില്ല? പിന്നെ യൊരോബെയാമിൻ്റെ വ്യാപാരമുള്ള ഒത്തിരി ഉപദേശിമാർ. നമ്മളൊരു കൺവെൻഷൻ വെച്ചാൽ ഉടനെ അപ്പുറത്ത് വേറെ മീറ്റിംഗ് വെച്ച് കളയും. കാര്യം പേടിയാ. മിണ്ടാത്തെ പാട്ടുകാർ ഊറിച്ചിരിക്കുന്നത് എത്ര വെളിപ്പാടാതാ. മനസ്സിലാകുന്നില്ലയോ? അങ്ങനെയുള്ളതുണ്ടെന്നേ. ശ്രദ്ധിച്ചേ. അപ്പം ഈ യൊരോബെയാമിനൊരു ടെൻഷൻ. പ്രൈസ് ദി ലോർഡ്. എന്തിനാ യൊരോബെയാമേ ടെൻഷൻ? ദൈവമല്ലേ നിന്റെ കയ്യിൽ ഇതിനെ തന്നത്? ദൈവം തന്നതിനെ നിലനിർത്താൻ നീ പാടുപെടേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? നീ സ്വതന്ത്രം ചെയ്താൽ മതിയല്ലോ. തന്നതിനെ നിലനിർത്താൻ ദൈവത്തിന് കഴിയില്ലേ? ഹല്ലേലൂയ. ഈ ലോകം മുഴുവൻ ഇളകി വന്നാലും നിന്നോടുള്ള വാഗ്ദത്തം നിന്റെ കരത്തിൽ തന്നാൽ അതിനെ തൊടാൻ എൻ്റെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ വിശ്വസിക്കണം ദൈവമക്കളെ. സ്വർഗമാണ് ഒരു വാഗ്ദത്തം നൽകിയതെങ്കിൽ, സ്വർഗമാണ് ആ വാഗ്ദത്തം നമ്മൾ ഉറപ്പിച്ചതെങ്കിൽ, മുഴുവൻ ലോകവും നമുക്കെതിരെ എഴുന്നേറ്റ് നിന്ന് അടരാടിയാലും അതിനെ തൊടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. കർത്താവ് പറയുന്നൊരു ചോദ്യമാണ്, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ഈ വാക്യം പറഞ്ഞുകൊണ്ടാണ് ടെൻഷൻ അടിക്കുന്നത്. ഞാൻ പ്രവർത്തിക്കും, ആര്? എന്നിട്ട് ചോദിക്കാം, ഞാൻ എങ്ങനെ നിൽക്കും? സ്വോത്രം എങ്ങനെ നിൽക്കും? നമ്മുടെ ചിന്ത എന്തുവാ? അതേ ഒരു ദൂത് പറയാം, ഇടയ്ക്ക് കയറിയതുകൊണ്ട് പറയാം, വചനത്തിൽ നിന്ന് മാറില്ല. നമ്മുടെ ചിന്ത എന്നാ? എങ്ങനെ? സ്വോത്രം. ദൈവത്തിൻ്റെ പ്രത്യേകത എന്നാ? പറയും. ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് നിങ്ങളത് ചിന്തിച്ച് നോക്കിയാൽ, ഈ വേദപുസ്തകത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സ്വർഗത്തെക്കുറിച്ചൊരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. ഓർക്കുന്നൊന്ന് ചിന്തിക്കുന്നത്. ഭൂമിയെക്കുറിച്ചൊരു കൺസെപ്റ്റോട് പറയാം. ഭൂമിയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന 2 നിലയില്ല. 73.29% വെള്ളവും ബാക്കി മണ്ണും കൊണ്ട് ചേർന്ന ഭാഗമാണ് ഭൂമി എന്ന ഗ്ലോബ്. സ്തോത്രം ഇല്ലേ? ഇതിനെ ദൈവം എവിടെ നിർത്തിയേ? എവിടെ നിർത്തിയേ? കറക്റ്റാ? കറക്റ്റ്. ഉറക്കെ പറഞ്ഞേ. ശൂന്യത്തിന്മേൽ അല്ലേ? യോബ് പറയുന്ന അവൻ ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കിയിരിക്കുന്നത്. നാസ്തിത്വത്തിന്മേൽ എന്ന നാസ്തിത്വം എംപ്റ്റിനെസ്. സ്തോത്രം. ശ്രദ്ധിച്ച്, 73.29% വാട്ടറും ബാക്കി കരഭൂമിയും കൂടെ ചേർന്ന് ആ ഗോളത്തെ ദൈവം എവിടെ നിർത്തി? അതാ ഒന്നാമത്തെ കോൺസെപ്റ്റ് ഭൂമിയെക്കുറിച്ച്. ഇനിയും ഭൂമിയെക്കുറിച്ച് വേറൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കര മാത്രം, വെള്ളം ഒഴിവായി ബാക്കിയുള്ള കരഭാഗം മാത്രം ഉള്ളതിനും എന്തോ പറയും? നമ്മൾ 10 സെൻറ്റ് ഭൂമി മേടിക്കാൻ പോവുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലയോ? കൊല്ലക്കാരങ്ങനല്ലയോ ചോറയത്? കറക്റ്റാ. 10 സെൻറ്റ് ഭൂമി മേടിക്കണമെന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്നാ? വെള്ളവും കരയും കൂടെ ചേർന്ന സ്ഥലം മേടിക്കണമെന്നാണോ? അല്ല, നമ്മൾ വീട് വെക്കാൻ കര മാത്രമാണ്. അപ്പോൾ അതിനും കരയ്ക്ക് മാത്രം എന്ത് ചെയ്യും? ഇപ്പോൾ കരയ്ക്ക് മാത്രം ഭൂമി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്തെ കരയെ മാത്രം ദൈവം കൊണ്ടുവച്ചു. നോ 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 നോ. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവൻ നല്ലവനല്ലോ. അപ്പം ഈ കരഭൂമിയെ ദൈവം എവിടെ വെച്ചു? വെള്ളത്തിന്മേൽ വെച്ചു. ഇനിയും വെള്ളവും കരയും കൂടെ ചേർന്ന ഗോളത്തെ ദൈവം എവിടെ വെച്ചു? എംപ്റ്റിനെസ് വെച്ചു. ഭൂമിക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്ന് അറിയാവൂ? പറ. 6 ലക്ഷം കോടി 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 ടൺ തൂക്കമാണ് ഭൂമിക്ക്. ആ ഭൂമിയെ ദൈവം എവിടെ വെച്ചു? വെള്ളത്തിൻ്റെ മേൽ വെച്ചു. വെള്ളത്തിൻ്റെ മേൽ വെച്ചു. ആ വെള്ളത്തിന്മേൽ ഭൂമി വെച്ചിട്ട് അതിനകത്ത് സ്റ്റീഫൻ ചൻ വീടും വെച്ചു. അതിനകത്ത് യോഗം കൂടി നമ്മൾ ഗ്ലോറി പറയുന്നു. ഇതിനകത്ത് ഇരുന്നുകൊണ്ട് ഫ്ലോട്ട് ചെയ്തിട്ടാന്ന് പറയുന്നേ. ആണോ? ആരെങ്കിലും ഫ്ലോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. ഇനി ഈ ഭൂമി മണ്ണും വെള്ളവും കൂടെ ചേർന്നതിനെ എവിടെ കൊണ്ടുവച്ചു? ശൂന്യത്തിൻ്റെ മേൽ വെച്ചു. ശൂന്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ വെച്ചു. അങ്ങനെ ഒരു ദൈവത്തിന് ഗ്ലോറി പറഞ്ഞു ചോദിക്കുക, എങ്ങനെ നിൽക്കുമെന്ന്? നിനക്ക് എത്ര വെയിറ്റ് ഉണ്ട്? 6 ലക്ഷം കോടി 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 ടൺ തൂക്കമുള്ള ഭൂമിയെ ശൂന്യത്തിന്മേൽ നിർത്തിയ വെള്ളത്തിന്മേൽ വെച്ച ദൈവമാണ് നിന്റെ ദൈവം എന്ന് പറഞ്ഞിട്ട് 35 കിലോളം നീ ടെൻഷൻ അടിക്കാന്ന് എഴുന്നേറ്റ് പോക്കോണം. സ്വോത്ര സ്വോത്ര സ്വോത്രം. മനസ്സിലാകുന്നോ? മനസ്സിലാകുന്നോ? നിന്നെ നിർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നാണ് പറഞ്ഞത്. നിന്നെ തകർക്കുന്ന എത്ര വലിയ ശക്തി എഴുന്നേറ്റ് വരട്ടെ, ഏത് വലിയ പോരാട്ടം വരട്ടെ, ഇന്ന് പകൽ പോരുകൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ, അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ നിനക്കെതിരെ എഴുന്നേറ്റു നിന്ന് വെല്ലുവിളിക്കട്ടെ. ഇന്ന് പകൽ പറ, എൻ്റെ ദൈവത്തിൻ്റെ കരത്താൽ ഞാൻ ഉറച്ചു നിൽക്കാൻ പോവുകയാണ്.
യേശുവിന്റെ നാമത്തിൽ ഈ പകലിൽ ആമേൻ ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുന്നു. ഈ ദേശത്ത് നിന്ന് നിർത്തത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളുടെ നടുവിൽ ഈ പകൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന ഒരു കരമുണ്ടെന്ന് ഈ പകൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കുകയാണ്. യൊരോബയാമിന് ഭയങ്കര ടെൻഷൻ. ഒന്നാം മാസവും 3-ാം മാസവും 7-ാം മാസവും ഇവന്മാരെല്ലാം കൂടെ അങ്ങോട്ട് പോയി ഹൃദയം മൊത്തം ആരോട് ചായാൻ സാധ്യതയുണ്ട്? രഹബയാമിന് ചായാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രഹബയാം ഒരു കാര്യം ചെയ്തു. ഇസ്രായേലിൽ ഒരു യാഗപീഠം പണിതു. എന്നിട്ട് ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി. സ്തോത്രം. യഹോവയുടെ യാഗം, ദൈവത്തിൻ്റെ യാഗത്തിന് പകരം സ്വമേധാ യാഗങ്ങളെ ക്രമീകരിച്ചു. സ്തോത്രം. അപ്പം ഇത് പാടില്ലാത്ത നിയമം എന്ത് ചെയ്തില്ല? അനുവദിക്കാത്തത് ആര് ചെയ്തു? യൊരോബയാം ചെയ്തു. എന്നിട്ട് ദാനിലും ബഥേലിലും കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി യാഗപീഠം പണിതിട്ട് പറയും, ഇസ്രായേലെ നിന്നെ കൊണ്ടുവന്ന യഹോവ ഇതാണ്, ഇതിനെ ആരാധിച്ച. സ്തോത്രം 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 സ്തോത്രം. ഇവൻ ഇങ്ങനെ യഹോവയോട് പാപം ചെയ്തപ്പോൾ ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. അവൻ്റെ പേരാണ് ഗാദ് ഒരു യൗവനക്കാരനായ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. യെരൂശലേമിൽ നിന്ന് യോശിയാവ് എന്ന് പറയുന്നൊരു പ്രവാചകൻ. യോശിയാവ് ഇവൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ഇവനോടൊരു ദൂത് പറയാൻ നോക്കി. ഈ പുള്ളി അവൻ ആദ്യം ഗ്ലോറിയൊക്കെ പറയുന്ന ആളാണെങ്കിലും ദൂത് കേൾക്കാൻ പറ്റിയ പരുവത്തിനല്ല. അതുകൊണ്ട് യോശിയാവ് അവനോട് ദൂത് പറയുന്നത് യാഗപീഠത്തോട് പ്രവചിക്കുക. യാഗപീഠമേ നിന്റെ മേൽ മനുഷ്യാസ്തികളെ വെച്ച് യാഗമർപ്പിക്കുന്നൊരു കാലം വരാൻ പോകുന്നു. ഈ യാഗപീഠം ഇടിച്ചു കളയാൻ തുടങ്ങുകയാണ്. ആ ദൂത് കേട്ടപ്പോൾ യൊരോബയാമിന് ദേഷ്യം വന്നു. അങ്ങനെ പ്രത്യേക കൃപയുണ്ട്. നമുക്ക് ഇഷ്ടമല്ലാത്ത ദൂത് കേട്ടാൽ ദേഷ്യം വരും. ശരിയല്ലേ? അങ്ങനെ വരും പാസ്റ്റർ. നമുക്ക് ഇഷ്ടമുള്ള ദൂത് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? കൈയടിക്കും, ഗ്ലോറി പറയും. പക്ഷെ ഇഷ്ടമല്ലാത്ത ദൂത് കേട്ടാൽ യൊരോബയാം ഈ പ്രവാചകനെ കൊല്ലാൻ കൈ നീട്ടിയപ്പോൾ അവൻ്റെ കൈ ചുരുണ്ടുപോയി. അപ്പോൾ അവൻ പ്രവാചകനോട് പറയാ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പ്രവാചകൻ, യൗവനക്കാരനായ പ്രവാചകൻ, ഇവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കൈ നേരെയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ കൈ നേരെയായപ്പോൾ ഈ മനുഷ്യനോട് പറയുകയാണ്, നീ എൻ്റെ കൊട്ടാരത്തിൽ വന്ന് തിന്നു കുടിച്ചേച്ചൊക്കെ പോകണം. ദൈവം പറഞ്ഞു, അവൻ ഈ പ്രവാചകനോട് പറയുക, നിന്റെ വീട്ടിൽ നിന്ന് പച്ചവെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ യൗവനക്കാരൻ പ്രവാചകൻ മടങ്ങിപ്പോകുന്ന വഴിയിൽ മറ്റൊരു വൃദ്ധനായ പ്രവാചകൻ ഇവരെ ചതിച്ചു. അവന് വേഷം മാറി മനുഷ്യൻ്റെ അടുക്കൽ, ഈ പ്രവാചകൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞു, യഹോവ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ വിളിച്ചു വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കണമെന്ന്. അങ്ങനെ ആ വാക്ക് കേട്ടിട്ട് ദൈവത്തിൻ്റെ വാക്കിന് മറുതലിച്ച് ഈ യൗവനക്കാരനായ പ്രവാചകൻ വൃദ്ധനായ പ്രവാചകനോട് ഒരുമിച്ച് പോയി ആഹാരം കഴിച്ചതോടുകൂടെ മടക്കയാത്രയിൽ അവനെ ഒരു സിംഹം കൊന്നു. അതാ ചരിത്രം. സ്തോത്രം. രാജാക്കന്മാരുടെ പുസ്തകത്തിലുള്ള കാര്യം പറയുന്നത്. ഇങ്ങനെ ഒരു പ്രവാചകനെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവമക്കൾ കേൾക്കണം, ഒരു സമൂഹത്തെ മടക്കി വരുത്താൻ ദൈവത്തിന് നഷ്ടമായത് യൗവനക്കാരനായ ഒരു പ്രവാചകനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ അതൊരു നിഴലാണ്. ഹല്ലേലൂയ. മാനവലോകത്തെയും നഷ്ടപ്പെട്ടു പോയ മാനവലോകത്തെയും മടക്കിയെടുക്കാൻ സ്വർഗത്തിന് നഷ്ടപ്പെട്ടത് യൗവനക്കാരനായ തൻ്റെ പുത്രനെയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ, വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഈ ഇസ്രായേൽ ദൈവത്തോട് പാപം ചെയ്തത് കൊണ്ട് BC 724 മുതൽ BC 639 വരെയുള്ള കാലഘട്ടങ്ങളിൽ അശൂർ ബാനിപ്പാൽ, തിഗ്ലത്ത് പിൽനേസർ, സൻഹേരിബ്, സർഗോൻ, ശൽമനേസർ തുടങ്ങിയ 5 രാജാക്കന്മാർ ഇസ്രായേലിനെതിരെ വന്ന് ഇസ്രായേലിനെ പിടിച്ച് അശൂരിലേക്ക് പ്രവാസത്തിൽ കൊണ്ടുപോയി. സ്തോത്രം. അതിന് പറയുന്ന പേരാണ് അശൂർ പ്രവാസം. ഞാൻ ഈ പറഞ്ഞു വരുന്ന നമ്മൾ വായിച്ച കുറിവാക്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ചിലർ ചിന്തിക്കും ഇത് തന്നെ ഈ പുള്ളി പറയുന്നതെന്നാ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അതാണ് ഏത്? അശൂർ പ്രവാസം. ആര് പോയതാണ് അശൂർ പ്രവാസത്തിൽ? ഇസ്രായേൽ 10 ഗോത്രം. മനസ്സിലാവുന്നല്ലോ. 10 ഗോത്രം പ്രവാസത്തിൽ പോയപ്പോൾ 2 ഗോത്രം എപ്പുറത്തുണ്ട്? തെക്കേ ദേശത്തുണ്ട്, യഹൂദയിലുണ്ട്. അത് യഹൂദ ഗോത്രമാണ് അല്ലേ? 2 ഗോത്രം, യഹൂദയും ബെന്യാമീനും. അവരുടെ സഹോദരങ്ങൾ ദൈവത്തോട് പാപം ചെയ്തപ്പോൾ ദൈവം അവരെ പ്രവാസത്തിലേക്ക് അയച്ചത് ഇവർ കണ്ടിട്ടും ഇവന്മാർ ഗുണപ്പെട്ടില്ല.
മനസ്സിലാവുന്നില്ലയോ? അതുകൊണ്ടാണ് ദൈവം യെശയ്യാ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, അയ്യോ അകൃത്യഭാരം ചുമക്കുന്ന ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന ജനം, ദൈവം അവരെ കാളതിൻ്റെ ഉടയവനെയും കഴുതതിൻ്റെ യജമാൻ്റെ പുൽത്തട്ടിയും പറയുന്നു, എൻ്റെ ജനമോ. മനസ്സിലാവുന്നു? ഈ രണ്ട് പേര് നടക്കുന്ന രീതി മനസ്സിലായില്ലയോ? ഇവന്മാർ ദൈവത്തെ അനുസരിക്കാതെ ഒരുത്തനെ ദൈവം അടിച്ചത് കണ്ടിട്ടും എന്ത് ചെയ്തില്ല? സ്വോത്രം മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് ദൈവം വിചാരിച്ചു അവരെയും പ്രവാസത്തിലേക്ക് അയക്കണം. ഇവർ പ്രവാസത്തിൽ പോകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് യിരെമ്യാ പ്രവചന പുസ്തകം 7-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യിരെമ്യാ പ്രവചന പുസ്തകം 7-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. ശ്രദ്ധിച്ചേ, യിരെമ്യാ പ്രവചന പുസ്തകം 7-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യമാണ് വായിച്ചത്. നിർത്തി ടീനാസിസ് ഒന്നുകൂടെ വായിക്കും. സ്തോത്രം. നിങ്ങൾ വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും കുല ചെയ്യുകയും വ്യഭിചരിക്കുകയും സത്യം ചെയ്യുകയും പിന്നെ വന്ന് സ്തോത്രം. മനസ്സിലാവുന്നു? മോഷ്ടിക്കുന്നു, കൊല ചെയ്യുന്നു, വ്യഭിചാരം ചെയ്യുന്നു, കള്ളം സത്യമായിട്ട് പറയുന്നു. സ്തോത്രം. ബാലിന് എന്ന് പറഞ്ഞാൽ അവസരം കിട്ടിയാൽ അമ്പലത്തിൽ പോകുന്നു. സ്തോത്രം. അവസരം കിട്ടിയാൽ അരവണ ഗ്ലോറി പറഞ്ഞ് കഴിക്കുന്നു. മനസ്സിലാവുന്നില്ലേ? ഹല്ലേലൂയ. എന്നിട്ട് ഞായറാഴ്ച സഭായോഗത്തിന് വന്നിട്ട് ഗ്ലോറി രക്തം ജയം, എൻ്റെ നാമം വിളിക്കപ്പെട്ടത് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, അങ്ങനല്ലേ കേൾക്കുന്നേ. എന്നിട്ട് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ആലയത്തിൽ വന്ന് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാന്ന്. മനസ്സിലായത്? സകല കുരുത്തക്കേടും കാണിച്ചിട്ട് ഞായറാഴ്ച സഭായോഗത്തിൽ സാക്ഷ്യം പറയുമെന്ന്. അതാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. അങ്ങനെ ഒരു വ്യാപാരമുണ്ട്. സ്തോത്രം. നിങ്ങൾക്കല്ല, നിങ്ങളുടെ ഇടയിലിരിക്കുന്ന ആർക്കോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കാന്ന് പറയുന്നത് മോശമല്ലയോ? നമുക്കാന്ന് പറഞ്ഞാൽ മോശമാ. ഇപ്പൊ പറയണ്ട. നമുക്കറിയാവുന്ന ആരാധനയിലും ഗ്ലോറി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഹല്ലേലൂയ. എല്ലാ കുരുത്തക്കേടും കാണിക്കും. എന്നിട്ട് സഭായോഗത്തിൽ വരുമ്പോൾ നല്ല ഒന്നാം തരം വെടിക്കെട്ട് സാക്ഷി പറയും. ഞങ്ങൾ ഇറങ്ങിയ കാലത്ത് എന്നായിരുന്നെന്നറിയാമോ? ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അങ്ങനെ പറയുന്ന ഇവരെ ദൈവം എന്ത് ചെയ്തു? രക്ഷിക്കാൻ. ഇതിനൊരു റീസണുണ്ട്. ഇവരിത് പറയാൻ കാര്യമല്ല. ഇങ്ങനെ ആലയത്തിനകത്ത് കയറി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു പറയാൻ കാര്യമല്ല. സ്തോത്രം. അതിൻ്റെ ഒരു റീസൺ ഉണ്ട്. അതോടെ പറഞ്ഞിട്ട് വരുമ്പോഴത്തേനും മിക്കവാറും പാസ്റ്റർ ആമേൻ പറയാൻ സാധ്യത ഉണ്ട്. സ്തോത്രം. ഞങ്ങളുടെ നാട്ടിലൊരു പാസ്റ്ററുണ്ട്. നിങ്ങളെങ്ങും ചെന്ന് പറയരുത്. അഥവാ പറഞ്ഞാൽ അവരോട് പറയണം, ആരോടും പറയരുതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ സഭയിലൊരു പാസ്റ്ററുണ്ട്. പുള്ളി ഒരു 10 മിനിറ്റ് പ്രസംഗിക്കാൻ അവസരം തരും. ഓക്കെ, ചിലപ്പോൾ 10 മിനിറ്റ് പക്ഷേ 10 മിനിറ്റ് പ്രസംഗിക്കണമെന്ന് പറയും. അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് എന്ന് കഴിയുമ്പോൾ പക്ഷേ 8 മിനിറ്റ് എടുക്കാവും. പ്രൈസ് ദി ലോർഡ്. പിന്നെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പറയും 5 മിനിറ്റ് കൊണ്ട് നിർത്തണം. പ്രൈസ് ദി ലോർഡ്. 4 മിനിറ്റ് ആകുമ്പോൾ പാസ് എടുത്ത് ഗ്ലോറി. അതുകൊണ്ട് പാസ്റ്ററെ അങ്ങനെ പറയിപ്പിക്കാൻ എന്ത് ചെയ്തില്ല, ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് വൈകുന്നേരം യോഗം നിർത്തുന്നുള്ളൂ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ഇപ്പം നമ്മൾ ആ ദൂതിലേക്ക് പോയി. എന്താണിത് പറയാൻ കാര്യം? ഈ യെരൂശലേം ദൈവാലയം പണിതതാരാ? ശലോമോനാ. ഓക്കെ, ശലോമോനാണ് യെരൂശലേം ദൈവാലയം പണിതതെങ്കിലും ഇതിന് കോപ്പ് കൂട്ടിയതാരാ? ദാവീദിന് മുമ്പ് അബ്രഹാമുമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം വായിച്ചേ. 2 ദിനവൃത്താന്ത പുസ്തകം 3-ാമത്തെ അധ്യായം 1-2 വാക്യം വായിച്ചേ. 2 ദിനവൃത്താന്ത, 2 Chronicles chapter 3 verses 1 and 2. ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്തെന്നാ ചില ബൈബിളിൽ അല്ലേ? അനന്തര ശലോമോൻ യെരൂശലേമിൽ
തൻ്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യബൂസിനായ ഓർന്നാൻ്റെ കളത്തിൽ ദാവീദ് ഒരുക്കിയിരുന്ന അല്ലെങ്കിൽ വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ആലയം പണിയുന്ന സ്ഥലത്തെക്കുറിച്ച് 2 ഡെസ്റ്റിനേഷൻ എഴുതിയിട്ടുണ്ട്. 2. ഒന്നേതാണ്? മോറിയ. ചിലർ പറഞ്ഞു മോറിയ പർവ്വതം എന്ന് പറഞ്ഞിട്ട് പർവ്വതം ഇല്ലെന്ന് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. കാര്യം അബ്രഹാമിനോട് ഒരു മോറിയ ദേശത്തെന്ന ഒരു വാക്ക് എഴുതി അല്ലേ. പക്ഷെ മോറിയ പർവ്വതം എന്ന് പറഞ്ഞൊരു പർവ്വതം ഉണ്ടെന്നാണ് ദിനവൃത്താന്ത ദിവസം പറയുന്നത്. അല്ലേ ലൂയ. അപ്പോൾ മോറിയ പർവ്വതത്തിൽ ഒർന്നാൻ്റെ കളത്തിങ്കിൽ. എന്താ ഈ മോറിയ പർവ്വതവും ഒർന്നാൻ്റെ കളവും? എന്താ ഈ മോറിയ പർവ്വതത്തിൻ്റെ പ്രത്യേകത? അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗമർപ്പിക്കാൻ കൊണ്ടുപോയ സ്ഥലമാണ് അല്ലേ. ശ്രദ്ധിച്ച്, അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗമർപ്പിക്കുന്നതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം അബ്രഹാമിനോട് പറയും, അബ്രഹാമേ നീ നിൻ്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മോറിയ പർവ്വതത്തിൽ എനിക്ക് എന്ത് ചെയ്യണം? യാഗമർപ്പിക്കും. ഈ അബ്രഹാമും മോനുമായിട്ട് രാവിലെ യാഗമർപ്പിക്കാനുള്ള ക്രമീകരണത്തിനായി അവൻ കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി വിറക് കീറി എടുത്ത് ബാല്യക്കാരെ കൂട്ടി അബ്രഹാം പുറപ്പെടുകയാണ്. പുറപ്പെടുമ്പോൾ ഈ അബ്രഹാം മകനുമായി യാത്ര ചെയ്തു. ബാല്യക്കാർ കൂടെയുണ്ട്, കഴുതയുണ്ട്, വിറക് കീറി എടുത്തിട്ടുണ്ട്. അവർ 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ദൂരത്ത് നിന്ന് ആ ദേശം കണ്ടു. അപ്പം 3 ദിവസത്തെ യാത്ര അബ്രഹാമും മകനും ബാല്യക്കാരുമായി നടത്തി. 3 ദിവസത്തെ യാത്രയിൽ ഈ അപ്പനും മോനും എന്തിനാ പോകുന്നതെന്നറിയാമെങ്കിൽ എന്താ കാര്യമൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഹല്ലേലൂയ. അപ്പനോട്ട് പറയുന്നുമില്ല, മോനോട്ട് ചോദിക്കുന്നുമില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ദൂരത്ത് നിന്ന് ആ ദേശം, ദൈവം പറഞ്ഞ ദേശം കണ്ടപ്പോൾ അബ്രഹാം ബാല്യക്കാരോട് പറയും, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലകനുമായി അവിടത്തോളം ചെന്ന് യാഗമർപ്പിച്ചിട്ട് ദൈവം മടങ്ങി വരുമെന്ന് മലയാളം ബൈബിളിലുള്ളൂ. ഇംഗ്ലീഷ് ബൈബിളിൽ ഞങ്ങൾ മടങ്ങി വരുമെന്ന് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട് അതിനകത്ത്. ഇവൻ പോകുന്നത് എന്തിനാ? യാഗമർപ്പിക്കാൻ. ഇവൻ പറഞ്ഞു തന്നെ ഞങ്ങൾ മടങ്ങി വരുന്നു. ഇന്ന് പകൽക്കാലം മനസ്സിലാകുന്നു വിശ്വാസത്തിൻ്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രി ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ കാണാം. അവൻ തട്ടിപ്പാരാധനക്കാരനല്ല, ആണോ? അബ്രഹാമിനെ ശ്രദ്ധിച്ചു നോക്കിയേ. ഹെബ്രോനിലാണെങ്കിലും അവൻ ബഥേലിലാണെങ്കിലും അവൻ ഷേഖേമിലാണെങ്കിലും എവിടൊക്കെ കൂടാരം അടിച്ചിട്ടുണ്ടോ ആ കൂടാരത്തിനകത്തൊക്കെ അബ്രഹാം എന്ത് ചെയ്തിട്ടുണ്ട്? യാഗമർപ്പിച്ചിട്ടുണ്ട്. കാളയെ യാഗമർപ്പിക്കുന്ന, ആടിനെ യാഗമർപ്പിക്കുന്ന, അവൻ നല്ല ബോധ്യമുള്ള, അവൻ യാഗത്തെക്കുറിച്ച് നല്ല നിശ്ചയമുള്ളവനാണ്. ഹല്ലേലൂയ. അബ്രഹാം അവൻ മകനെ യാഗമർപ്പിച്ചു എന്ന് തന്നെ ബൈബിൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പോകുന്നത് എന്തിനാണ്? ആ മകനെ യാഗമർപ്പിക്കാൻ. തൻ്റെ മകനെ യാഗമർപ്പിച്ചാൽ തിരിച്ചു കിട്ടത്തില്ലെന്ന് നല്ല ബോധ്യമുള്ള ഈ അപ്പം പറയുക, ഞാൻ ഒറ്റയ്ക്ക് മടങ്ങി വരികയല്ല, ഞങ്ങൾ മടങ്ങി വരും. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ദൈവം എന്നെ നടത്തുന്ന വഴി എത്ര തീച്ചൂളയുടെ നടുവിൽ കൂടെ ആണെങ്കിലും എന്നോടുള്ള വാഗ്ദത്തം നിവർത്തിക്കേണ്ട എൻ്റെ സന്തതി എന്നോട് കൂടെ ഇരുന്ന് അവൻ ദൈവത്തിന് മഹത്വം കാണാൻ തുടങ്ങുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാനൊരു ദൂത് പറയാ, നീ അസാധാരണമായ തീച്ചൂളയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും അതിനകത്ത് നിന്റെ കരം പിടിക്കുന്ന, നിന്റെ വാഗ്ദത്തത്തെ സൂക്ഷിക്കുന്ന, അവസാനിക്കുമെന്ന് പറയുന്ന മണ്ഡലങ്ങളുടെ നടുവിൽ നിന്ന് ഒരു ഉദ്ധാരണത്തെ പുറത്തു കൊണ്ടുവരുന്ന സർവശക്തന്റെ കരം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ടെന്ന് ദൈവാത്മാവ് ഈ പകൽ ദൂത് പറയുകയാണ്. ഞങ്ങൾ മടങ്ങി വരും. ഇത് പകൽ ഉറപ്പായിട്ട് പറ, നടക്കത്തില്ലെന്ന് പിശാച് വിധി എഴുതുന്നത് എനിക്കറിയത്തില്ല. ഈ ദൂത് തുടങ്ങിയപ്പോൾ പോലെ ആവർത്തിച്ച് ദൈവാത്മാവ് പറയുന്ന ദൂതിത വാക്കിത നടക്കത്തില്ലെന്ന് പിശാച് പറയുന്നത് നിന്റെ മുമ്പിൽ, കണ്ണിന് മുമ്പിൽ ദൈവം നിരത്തി വെക്കും. ഹല്ലേലൂയ. ഒരിക്കലും യാഗപീഠത്തിനകത്തെ തീക്കകത്തൊരു കുഞ്ഞ് ദഹിച്ചു മാറിയാൽ, ഒരു യാഗവസ്തു ദഹിച്ചു മാറിയാൽ യാഗം അർപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. ആ യാഗവസ്തു മുഴുവനായി ദഹിച്ചു കഴിയുന്നത് വരെ മുപ്പല്ലി കൊണ്ട് ആ യാഗവസ്തുവിനെ കുത്തി തീക്കകത്തോട്ട് ഇടേണ്ടത്. മനസ്സിലാവുന്നു? അതാ യാഗത്തിന് പ്രമാണം. പിന്നീടാണ് എഴുതി കൊടുത്തതെങ്കിലും യാഗത്തിന് പ്രമാണം അതാ. യാഗമർപ്പിക്കുന്നവൻ യാഗവസ്തു മുഴുവനായി ദഹിക്കുന്നത് വരെ അത് തീക്കകത്ത് എന്ത് ചെയ്യും? കത്തിച്ചുകൊണ്ടിരിക്കും. അത് കത്തി മുഴുവൻ ദഹിച്ച ശേഷം അതിൻ്റെ മണം ഉയരത്തിലേക്ക് ചെല്ലുമ്പോൾ യഹോവയ്ക്ക് അത് സൗരഭ്യവാസനയാണ്. അതിൻ്റെ പിന്നിലാണ് ദൈവം അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നതെങ്കിൽ ഈ ഇസഹാക്കിനെ അബ്രഹാം മുഴുവനായി തീക്കകത്ത് ദഹിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അതുകൊണ്ടല്ലേ വിറക് കീറിയെടുത്തത്. വിറക് കീറിയെടുക്കുമ്പോൾ അറിയാം മോനെയാ കൊല്ലാൻ പോകുന്നതെന്ന്.
ശരിയല്ലേ? 2 കഷ്ണം വിറവ് എടുത്തോണ്ട് പോയെന്നല്ല, തൻ്റെ യൗവനയുക്തനായ മകൻ മുഴുവൻ ദഹിച്ചു തീരാനുള്ള വിറക് മൊത്തം ആ മൃഗത്തിൻ്റെ മേളിൽ കയറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ. പിന്നീട് ആ മകനാണ് വിറക് ചുമക്കുന്നത്. മനസ്സിലാകുന്നോ? ഹല്ലേലൂയ. ആ തീക്കകത്ത് ഇവൻ മുഴുവൻ ദഹിച്ച് ചാരമാകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ അവൻ പ്രസാദിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിയാവുന്നവൻ പറയുക, ഈ ചാരത്തിനകത്തു നിന്ന് സാധ്യത നോക്കിയാൽ ഇസഹാക്ക് പുറത്തു വരികയല്ല, പക്ഷേ ഞാൻ അവിടുന്ന് മടങ്ങി വരണമെങ്കിൽ എൻ്റെ കൂടെ ഇസഹാക്ക് ഉണ്ടായിരിക്കും. ഇന്ന് പകൽ മനസ്സിലാകുന്നു, ദൂത് നടക്കത്തിൽ നിന്ന് പിശാച് വിധി എഴുതുന്ന മണ്ഡലങ്ങളിൽ നിന്ന് മുമ്പിൽ ഉണ്ടെങ്കിലും ഇന്ന് പകൽ നീ അതിൻ്റെ മുമ്പിൽ നിന്ന് ദൈവപ്രവൃത്തിയുമായി മടങ്ങാൻ നിന്നെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് ഇന്ന് പകൽ ആത്മാവ് ദൂത് പറഞ്ഞാൽ അതിനോട് ആമേൻ പറയാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അസാധ്യതകളുടെ ചാരം മൂടിയ മണ്ഡലങ്ങൾ ഇന്ന് പകൽ വഴിമാറുകയാണ്. ദഹിപ്പിച്ചു കളയുന്ന അഗ്നിക്ക് സമാനമായ പ്രതിസന്ധികൾ ഇന്ന് പകൽ വഴിമാറുകയാ. അതിനകത്തു നിന്ന് വാഗ്ദത്തത്തോടെ നീ പുറത്തു വരാൻ സമയമായെന്ന് ആത്മാവി പകൽ ദൂത് പറയുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ കത്തിച്ചു കളയുമെന്ന് പറയുന്ന, നിന്നെ ഒതുക്കിക്കളയുമെന്ന് പറയുന്ന പ്രവണതകളുടെ നടുവിൽ നിന്ന് ഈ പകൽ നീ വാഗ്ദത്തത്തോടെ പുറത്തു വരാൻ സമയമായെന്ന് ആത്മാവി പകൽക്കാലം ദൂത് പറഞ്ഞാൽ അതിനോട് ആമേൻ പറയാൻ എത്ര പേരുണ്ട്? ഈ മോൻ ചോദിച്ചു, അപ്പാ വിറവുണ്ട്, അവനെ ദൈവം കരുതിക്കോളും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നെ സിസ്റ്റർ വീട്ടിൽ ആദ്യം പ്രസംഗിച്ച പ്രസംഗം കരുതലിനെ കുറിച്ചാണ്. ഓർക്കൊന്ന് വിശ്വസിക്കുന്നത് ശ്രദ്ധിച്ചേ. അപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ അസാധാരണമായ നിലയിലാണ്. ഞാനത് വിടുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ അപ്പൻ മോനൂടെ ഈ 3-4 ദിവസമായിട്ട് യാത്ര ചെയ്യുമ്പോഴേ 3 ദിവസത്തെ ദൂരം വഴി ദൂരം തന്നിട്ട് പിന്നീട് ആ പർവ്വതം കയറുന്നേ. ഈ യാത്രയിലൊക്കെ അപ്പൻ മോനോട് പറഞ്ഞിട്ടുണ്ടോ, മോനെ നീയാണ് ആ യാഗമൃഗമെന്ന്? പറഞ്ഞിട്ടുണ്ടോ? ഈ അപ്പൻ്റെ പ്രത്യേകത എന്നാ? 75 വയസ്സുള്ളപ്പോൾ വിളിച്ചിട്ട് 24 കൊല്ലം പ്രാർത്ഥിച്ച് കിട്ടിയത് ആരെ? അല്ലേ? സ്തോത്രം. 24 കൊല്ലം പ്രാർത്ഥിച്ച് കിട്ടിയ ഇസഹാക്കിനെയാണ് എന്തോ ചെയ്യുന്നത്? സ്വന്തം കൈകൊണ്ട്. ആ മനുഷ്യൻ്റെ ഹൃദയവേദന അറിയാമോ? തകർന്നവനായിട്ടാണ് അവൻ പർവ്വതത്തെ കയറുന്നത്. അങ്ങനെ തൻ്റെ മകനെ യാഗം അർപ്പിച്ച സ്ഥലമാണ് ഏത്? ഞാൻ ആ പദത്തിലേക്ക് വരും, തകർന്ന പദത്തിലേക്ക് വരും. ശ്രദ്ധിച്ചേ. തകർന്നവനായി പർവ്വതം കയറിയ അബ്രഹാം തൻ്റെ മകനെ യാഗം അർപ്പിച്ചു. ആ സ്ഥലമാണ്. ഇനി രണ്ടാമത്തെ സ്ഥലം ഏതാണ്? എന്താ ഓർന്നാൻ്റെ കളത്തിൻ്റെ പ്രത്യേകത? 1 ദിനവൃത്താന്ത പുസ്തകം 21-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഇസ്രായേലിൽ രാജാവായി ദാവീദ് ഭരിക്കുക. ദാവീദിൻ്റെ കാലത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ എണ്ണം കൂടിയപ്പോൾ ദാവീദിനൊരു ചിന്ത. എന്താണ്? എൻ്റെ കാലത്ത് എത്ര പേര്? നിങ്ങൾ വായിച്ചിട്ടില്ലയോ അത്? എൻ്റെ പിന്നെ ദിനവൃത്താന്ത പുസ്തകമൊക്കെ ചിലരെ വിശുദ്ധ ചുംബനം പോലും വിട്ടിട്ടില്ല. ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ പേജിന് വിശുദ്ധ ചുംബനം ഇപ്പോഴും ഉണ്ട്. കാര്യം ഇളക്കിയിട്ടില്ല. മനസ്സിലാവുന്നില്ലയോ? എന്തോ എഴുതിയേക്കുന്നേ? അത് വായിച്ചു 21-ന്റെ 1. അപ്പൊ ആരാ തോന്നിച്ചേ? ഇവൻ ആരാണ്? യേശുവിനെ മടങ്ങിവരവിനെ കുറിച്ചും യേശുവിൻ്റെ ജനത്തെക്കുറിച്ചും ഒക്കെ, യേശുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചൊക്കെ പ്രവചിച്ച പുള്ളി ആര്? ദാവീദ്. ശരിയല്ലേ? ഇല്ലേ? 22-ാം സങ്കീർത്തനം യേശുവിൻ്റെ കഷ്ടാനുഭവം, 23-ാം സങ്കീർത്തനം യേശുവിൻ്റെ സഭയുടെ ഇടയൻ എന്നുള്ള നിലവാരം, 24-ാം സങ്കീർത്തനം യേശുവിൻ്റെ മടങ്ങിവരവ്. ആരാ പ്രവചിച്ചേ? മനസ്സിലാവുന്നു? യേശുവിൻ്റെ ജനനം, കഷ്ടാനുഭവം, മരണം, അടക്കം, പുനരുത്ഥാനം, വീണ്ടും വരവ് ഒക്കെ പ്രവചിച്ച പുള്ളിയിൽ ആര് കയറി? സ്തോത്രം പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവനെ സാത്താൻ തോന്നിച്ചെന്നാ? ദൈവാത്മാവ് തോന്നിച്ചെന്നാണോ? ഈ പുള്ളിക്ക് തോന്നിയത് ദൈവാത്മാവ് തോന്നിച്ചെന്നാ. പക്ഷെ ആരാ തോന്നിച്ചത്? അവന്മാർ ജനത്തിൻ്റെ എണ്ണം എടുക്കണം. അങ്ങനെ ഒരു വ്യാപാരമുണ്ട്. കൂടെ ചെരിപ്പെണ്ണുന്നവരെ കണ്ടിട്ടില്ലയോ? യോഗത്തിൽ വരുമ്പോഴേ മിണ്ടുന്നില്ലല്ലോ. ഇങ്ങോട്ട് കയറണേ, സ്റ്റീഫൻ ചാൻ്റെ വീട്ടിൽ കയറണേ, ആദ്യം ഗ്ലോറി പറഞ്ഞു, അച്ഛൻ ഈ ഭവനം കൊടുത്തതിനായി സ്വത്രം എന്നാന്ന് പറഞ്ഞ് എത്ര പേരുണ്ടെന്നാന്ന് നോക്കിയേ ചെരുപ്പെണ്ണിട്ട്. സ്വത്രം നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ശ്രദ്ധിച്ചേ. അങ്ങനെയുള്ള ഇവർ ദൈവനെ ജനത്തെ എണ്ണാൻ തോന്നിപ്പിച്ചു. അപ്പോൾ യോവാബ് പറയാ, രാജാവ് നിന്റെ കാലത്ത് ജനം വർദ്ധിച്ചോട്ടെ, അതിനെന്നാ കുഴപ്പം? ദൈവമല്ലേ അത് ചെയ്യുന്നത്, നീ എണ്ണമൊന്നും അപ്പം എണ്ണം എടുക്കണ്ട. ശ്രദ്ധിച്ചേ. അവൻ പറയുകയാണ്, യോവാബ് പക്ഷേ ഇത് പറഞ്ഞത് ദാവീദിന് ഇഷ്ടമായല്ലോ. യോവാബിനോട് പറഞ്ഞു, നീ മര്യാദയ്ക്ക്
ഞാനാ രാജാവ്, ഞാൻ പറയുന്ന കേട്ടാൽ മതി. അങ്ങനെ ഈ ജനത്തിൻ്റെ എണ്ണം എടുത്തത് ദൈവത്തിന് ഇഷ്ടമായില്ല. അപ്പൊ ജനത്തിന്റെ എണ്ണം എടുക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലയോ? ജനത്തിന്റെ എണ്ണം എടുക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ? ദൈവത്തിന് ഇഷ്ടമായ കാര്യമാണ്. പക്ഷെ ദാവീദ് എണ്ണിയത് ഇഷ്ടമായില്ല. അതെന്താ ഇഷ്ടമാണെന്ന് പറയാൻ കാര്യം? ദൈവം ജനത്തിന്റെ എണ്ണം എടുത്ത ചരിത്രം വേദപുസ്തകത്തിലുണ്ട്, ഇല്ലേ? 2 പ്രാവശ്യം എണ്ണം എടുത്തിട്ടുണ്ട്. ഒന്ന്, ഇസ്രായേൽ ജനത്തിന്റെ എണ്ണം 2 പ്രാവശ്യം എടുത്തു. സംഖ്യാപുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ എങ്ങനെ വന്നേ? എണ്ണം എടുത്തവരുടെ കണക്കാ, അല്ലേ? ഒന്നാമത്തെ എണ്ണം എടുത്ത എവിടെയാ? സീനായി പർവ്വതത്തിന്റെ ഏർന്ന് വാ. എന്തിനാ എണ്ണം എടുത്തേ? എന്തിനാ ഒന്നാമത് എണ്ണം എടുത്തേ? അത് ശ്രദ്ധിച്ചേ, അങ്ങനല്ല, ശ്രദ്ധിച്ചേ. മോശയോട് പറയാണ്, നീ ജനത്തിൻ്റെ എണ്ണം എടുക്കണം. എങ്ങനെ എണ്ണം എടുക്കണം? 20 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുദ്ധപ്രാപ്തരായ യൗവനക്കാരായ ആണുങ്ങളുടെ എണ്ണം എടുക്കണം. എന്തിനാണെന്നറിയാമോ? ഇവരങ്ങോട്ട് പോയത് നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. ഈ മോശയ്ക്ക് മുമ്പ് 4 തലമുറയ്ക്ക് മുമ്പ് ഈ യാക്കോബിന്റെ സന്തതി എങ്ങോട്ട് പോയി? മിസ്രൈമിലേക്ക് പോയി. എത്ര പേരാ പോയത്? 70. എത്ര പേരാ പോയി? 70. ശരിയല്ലയോ? സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായത്തിൽ 75 എന്ന് എഴുതി. പുറപ്പാട് പുസ്തകത്തിൽ 70 എന്ന് എഴുതി. ശരിയല്ലേ? കറക്റ്റാ. രണ്ടുപേരും പറഞ്ഞ തെറ്റല്ല. പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയേക്കുന്നതിനകത്ത് ജോസഫും മക്കളും ഇല്ല. ഓക്കെ, അവരെല്ലാം കൂടെ ചേർന്ന് എത്ര പേരാണ് അങ്ങോട്ട് പോയത്? 75 പേരാണ്. 75 പേര് അങ്ങോട്ട് പോയപ്പോൾ അവരുടെ മിസ്രൈമിലെ വാസം എത്ര കാലമായിരുന്നു? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് എൻ്റെ ചിന്ത. എത്രയായിരുന്നു? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പരദേശികളായി പാർത്ത ദേശക്കാരെ സേവിക്കും. മലയാളം ബൈബിൾ അങ്ങനെ ആണെങ്കിൽ എബ്രായ ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്, നിന്റെ സന്തതി കനാനിലും ഈജിപ്തിലുമായി 430 സംവത്സരം പരദേശികളായി പാർത്ത ദേശക്കാരെ. ഇപ്പം 430 വർഷം എങ്ങനെയാണ്? അബ്രഹാമിൻ്റെ വിളി മുതൽ ഇവർ പുറത്തു വരുന്നത് വരെയുള്ള കാലഘട്ടമാണ്. ഓക്കെ, കനാനിലും ഈജിപ്തിലുമായെന്ന കനാനിലും. അപ്പോൾ ഗലാത്യ ലേഖനം പറയുന്നത് 430 സംവത്സരമെന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിനെ വിളിച്ച നാൾ മുതൽ യാക്കോബിൻ്റെ സന്തതി ഈജിപ്തിലേക്ക് കയറുന്നത് വരെയുള്ള കനാനിലെ വാസം എന്ന് പറയുന്നത് 215 കൊല്ലമാണ്. പ്രൈസ് ദി ലോർഡ്. 215 കൊല്ലം കഴിഞ്ഞ് ഇവർ യാക്കോബിൻ്റെ മക്കൾ 75 പേർ എങ്ങോട്ട് കയറി? അല്ലെങ്കിൽ 70 പേർ അങ്ങോട്ട് കയറി? ഈജിപ്തിലേക്ക് കയറി. 215 കൊല്ലം കഴിഞ്ഞപ്പോൾ യാക്കോബും സന്തതിയും 75 പേർ ഈജിപ്തിലേക്ക് കയറി. തിരിച്ചു വരുമ്പോൾ 430 സംവത്സരം കഴിഞ്ഞു. അപ്പോൾ എത്ര വർഷം കൂടെ കൂടി? 215 × 2 അല്ലേ? 215 കൊല്ലം ആയപ്പോഴാണ് അങ്ങോട്ട് കയറിയത്, ഈജിപ്തിലോട്ട് കയറിയത്. തിരിച്ചിറങ്ങുമ്പോൾ മൊത്തം 430 വർഷമാണ്. അപ്പോൾ എത്രയായി? 215 അഗൈൻ അല്ലേ? ഹല്ലേലൂയ. അപ്പം അങ്ങോട്ട് കയറിയത് എത്ര പേരാ? 75. തിരിച്ചിറങ്ങിയത് എത്ര പേരാ? പറ. പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് അവർ ഏകദേശം 6 ലക്ഷത്തോളം പുരുഷന്മാർന്നാണ്, ഇല്ലേ? 6 ലക്ഷത്തോളം. 6 ലക്ഷമുള്ളോ? അല്ല. സംഖ്യാപുസ്തകം 1-ാമത്തെ അധ്യായം 44-45 വേഗത്തിൽ വായിച്ചു. സംഖ്യാപുസ്തകം വേഗത്തിൽ വായിക്കും. ദൂത് പറഞ്ഞിട്ട് വേണം പോകാൻ വേഗത്തിൽ. സംഖ്യ 1-ന്റെ 44-45. എത്ര പേരുണ്ട്? 20 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ എത്ര പേരുണ്ട്? 6,35,550 യൗവനക്കാരായ ചെറുപ്പക്കാരാണ്, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ 6,35,550 ഉറപ്പല്ലേ? അപ്പം മൊത്തം എത്രയായി? ചോത്രം എത്രയായി? 12,07,100. 3,550 × 2. ചോത്രം. ഇനി നിങ്ങൾ കണക്കും പഠിക്കണം. ഞാനത് കണക്കിന് അത്ര മെച്ചമൊന്നുമല്ല. ഹല്ലേലൂയ. ഓക്കെ, പിന്നെ ഇടയ്ക്ക് ചിലരൊക്കെ പറയാൻ അവൻ കണക്കാണോ? ഹല്ലേലൂയ, ഞാൻ വിടുന്നു. ഓക്കെ, ശ്രദ്ധിച്ച് 12,07,100 പേര് 20 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ. അങ്ങനെയാണെങ്കിൽ അതെത്ര കുടുംബമാണ്?
6,03,550 കുടുംബമാണ് അല്ലേ? ഒരു ഭാര്യയും ഭർത്താവും, അപ്പം ഒരു ഫാമിലിയാ. അങ്ങനെയാണെങ്കിൽ അത് എത്ര കുടുംബമാണ്? 6,03,550 കുടുംബമാണെങ്കിൽ എത്ര മക്കളുണ്ട് പറ? ഈ 6,03,550 കുടുംബത്തിന് എത്ര പിള്ളേരുണ്ട്? ഒരെണ്ണത്തെ വെച്ച് ടീന സിസ്റ്റർ കൂട്ടിയുള്ളൂ. കുറഞ്ഞ 6 ലക്ഷത്തി. അപ്പോൾ സ്റ്റീഫൻ ചാൻ 2 എണ്ണത്തെ കൂട്ടിയുള്ളൂ. സ്വോത്ര 12 ലക്ഷം ഒന്ന് സ്റ്റീഫൻ ചാൻ പറഞ്ഞു, 6 ലക്ഷം ഒന്ന് ടീന പറഞ്ഞു. ഇതിലേതാ കറക്റ്റ്? ഞാൻ പറയാം. നാം 2, നമുക്ക് 2 ഇന്ദിരാഗാന്ധി. സ്തോത്രം. നാം 2, നമുക്കൊന്ന് ജയലളിത. നാം 2, നമുക്ക് വേണ്ട അമേരിക്കൻ മലയാളി പെന്തക്കോസ്. അങ്ങനെയാണോ കണക്ക്? അതോ പക്ഷേ അല്ലെന്നേ. ഇത് നമ്മ കേരള മലയാളി പെന്തക്കോസ് അല്ല, ചാക്കോച്ചൻ്റെ പിള്ളേരാ. നാം 2, നമുക്ക് 13 ചാക്കോച്ചൻ്റെ കണക്ക് ഇല്ലയോ? 12 ആൺപിള്ളേർ ഒരു ദീനം പിടിച്ച കൊച്ചു ഇല്ലയോ? ദീനമാ ഇല്ലേ? അപ്പൊ എത്ര? നീ 13 എണ്ണത്തെ വെച്ച് കൂട്ടിയാൽ ഈ 6 ലക്ഷം കുടുംബത്തിൽ എത്ര ഉണ്ട്? ഒരു കുടുംബത്തിൽ 13 പിള്ളേരാണെങ്കിൽ 13 ഇൻറ്റു സ്തോത്രം. ശ്രദ്ധിച്ചേ, വേണ്ട 3 വെച്ച് കൂട്ട്. 6 ലക്ഷം കുടുംബത്തിൽ 3 പിള്ളേരെ അപ്രോക്സിമേറ്റ്ലി, എക്സാക്റ്റ് അല്ല, 18. അപ്പൊ എത്രയായി? പറ, വേഗത്തിൽ പറ, ദൂത് പറയണം, ഇല്ല സമയം ഓടി പോവാ. 12 + 18 എത്രയായി? 30. ശരിയല്ലയോ? 30 ലക്ഷം. ഇനിയും 20 വയസ്സിൽ താഴെയുള്ള പിള്ളേരെ ഇപ്പം കൂട്ടിയേ. 20 വയസ്സിന് മേളിലുള്ള 50 വയസ്സിന് മുകളിലുള്ള അപ്പച്ചനും അമ്മച്ചില്ലയോ? അതെത്ര ഉണ്ട്? അതൊരു ഒരു ഒരു കുടുംബത്തിൽ 2 പേര് വെച്ച് കൂട്ടിയാൽ 12 ലക്ഷം വേണം. ഓക്കെ, 10 ലക്ഷം അങ്ങ് മരിച്ചെന്ന് വെച്ചോ, 2 ലക്ഷം കൂടെ കൂട്ടെ. ശരിയാണോ? അപ്പോൾ എത്രയായി? 32. ഇനി ഒരു കണക്കൂടെ വായിച്ചു, ബാക്കി വായിച്ച് താഴോട്ട് വായിച്ച്. ആഹാ, ഈ കൂട്ടത്തിൽ ആരെ എണ്ണിയിട്ടില്ല. അപ്പോൾ 11 ഗോത്രത്തെ എണ്ണിയപ്പോൾ തന്നെ 6,03,550 വന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മക്കളുടെ അപ്പൻ്റെ കൂടെ എണ്ണം എടുത്തപ്പോൾ 32 ലക്ഷം ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 11 എത്രയാണോ അത്രയും കൂടെ എന്ത് ചെയ്യും? മനസ്സിലാവുന്നില്ലയോ? അപ്പോൾ എത്രയായി? അപ്രോക്സിമേറ്റ് ഒരു 40 ലക്ഷം എന്ത് ചെയ്താണ്? ഡേക്സിൻ്റെ ബൈബിൾ പുള്ളി എഴുതിയേക്കുന്ന 65 ലക്ഷം എന്നാ. ഉടക്കാൻ പറ്റുമോ വെച്ചാ? ഡേക്സ് പറയും 65 ലക്ഷം ഉടക്കാൻ പറ്റും. യാക്കോവിൻ്റെ പിള്ളേരാ. ഇവന്മാരുടെ മക്കളുടെ പേര് തന്നെ ഈ ദിനവൃത്താന്ത ദിവസം വായിച്ചാൽ മൊത്തം ഷമ്മാശുമി എന്നുള്ള പേരുകളാ. പേരിടാൻ പോലും കിട്ടാത്ത നിലയിൽ ഇങ്ങനെ പിള്ളേർ എന്ത് ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവരെയാണ് എണ്ണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? ദൈവം പറയുക, മോശേ സീനായി പർവ്വതത്തിൻ്റെ അടുക്കൽ മോശ ജനത്തെ വിളിച്ചോണ്ട് വന്നപ്പോൾ മോശയോട് പറയാം, മോശേ നീ എന്ത് ചെയ്യണം? എണ്ണം എടുക്കണം. എന്താ എണ്ണം എടുക്കേണ്ടത്? 20 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുദ്ധപ്രാപ്തരായി യൗവനക്കാരുടെ എണ്ണം എടുക്കുക. എന്തിനാണെന്നറിയാമോ? ഈ പിള്ളേരങ്ങോട്ട് 70 പേരങ്ങോട്ട് കയറിയപ്പോഴേ ആ ചെന്ന് കയറിയ രാജ്യത്തിനകത്തൊരു നിയമം വന്നു. എന്താണ്? ആൺകുട്ടികളെ ജനിക്കുന്നവരെ എല്ലാത്തിനെയും എന്ത് ചെയ്യണം? മനസ്സിലാവുന്നു? ആൺകുട്ടികൾ ജനിക്കുന്നത് എല്ലാത്തിനെയും എന്ത് ചെയ്യണം? ഒരെണ്ണത്തെ പോലും വളരാൻ അനുവദിക്കത്തില്ലെന്ന് പിശാച് ഫറവോൻ ഓർഡറിട്ട മണ്ഡലത്തിനകത്ത് 6,03,550 ചെറുപ്പക്കാർ പുറത്തു നിൽക്കുക. ഹല്ലേലൂയ. എന്താ അർത്ഥം എന്നറിയാമോ? മോശയെ പിശാചല്ല എൻ്റെ ജനത്തിൻ്റെ ഭാവി നിർണയിക്കുന്നത്. ഹല്ലേലൂയ. മോശയെ നീ എണ്ണമെടുക്കുമ്പോൾ എനിക്ക് തെളിയിക്കാൻ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഫറവോനല്ല ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇന്ന് പകൽ ദൂത് മനസ്സിലാക്കുന്നു. പിശാചല്ല നിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്നത്. പിശാചല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. ദൈവം വാഗ്ദത്തം പറഞ്ഞതാണെങ്കിൽ, ബഹുജനത്തോട് പുറത്തു വരുമെന്നുള്ള വാഗ്ദത്തം ദൈവത്തിൻ്റെതാണെങ്കിൽ അത് നിവർത്തിച്ച് നിന്റെ കണ്ണിന് മുമ്പിൽ നിരത്തി വെക്കാനുള്ള ഉത്തരവാദിത്വം നിന്റെ ദൈവത്തിനാണെന്ന് മറക്കരുത്. ഓ ഹല്ലേലൂയ. എൻ്റെ ദൈവമക്കളെ, എനിക്കൊരു ദൂതൂടെ അവിടെ നിന്ന് പറയാനുണ്ട്. എനിക്കറിയത്തില്ല, സമയം ഓടിപ്പോവുകയും ചെയ്യും. പാസ് പറഞ്ഞ സമയം തീരാൻ പോവുക. ഞാൻ ഫുൾ സ്റ്റോപ്പ് എടുത്തതിന് മുമ്പ് ഒറ്റ ദൂതൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ശ്രദ്ധിച്ചേ, ഈ പിള്ളേരുടെ പ്രത്യേകത എന്നാ? എത്ര ലക്ഷം പിള്ളേരാ ഇത്? 6 ലക്ഷത്തി. എവിടെ ജനിച്ചതാ? മിസ്രൈമിൽ ജനിച്ചതാ അല്ലേ? ഈ പിള്ളേരുടെ പ്രത്യേകത അറിയാമല്ലോ. ഇരിക്കുന്നില്ലയോ? നല്ല ഒന്നാന്തരം പ്രസംഗിക്കുമോ അടുത്തവരുടെ ചുണ്ടത്തോണ്ടാ. ഹല്ലേലൂയ. മനസ്സിലാകുന്നില്ലയോ? ഗാഡ്ജറ്റ് നോക്കുന്നവരുണ്ട് ഇല്ലയോ? ഇവിടെ നിന്ന് തിരിഞ്ഞ് അവരെ കുറ്റം പറയാൻ പറ്റുമോ വെച്ചാ? അവരെ കുറ്റം പറയാൻ പറ്റും. നമ്മൾ യോഗത്തിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഇരിക്കുന്നത്? ഇത് കസേരയിൽ ഇരിക്കുന്നുണ്ടോ? താഴെയിലായിരുന്നെങ്കിലല്ലോ ദോശ മറിച്ചിരുന്ന പോലെ 4 പ്രാവശ്യം വീണനെ. അതിൻ്റെ മക്കളല്ലേ ഇത്? ശരിയല്ലേ? അപ്പം അവരെ കുറ്റം പറയാൻ പറ്റുകയല്ലോ.
ഒന്നുമില്ല, ഇവർ ഇത്രയെങ്കിലും അടങ്ങിയിരിക്കുന്നുണ്ടല്ലോ. നമ്മളെങ്ങനെയായിരുന്നു? നമ്മളിരുന്ന പായി പലതിനും പുല്ലില്ലല്ലോ. പണ്ട് യോഗത്തിലിരുന്ന് പായതേ അല്ലേ? പിന്നെ പുല്ലില്ലാഞ്ഞിട്ട് പിന്നെ അതിൻ്റെ നൂല് വെച്ച് കറക്കി കളിക്കായിരുന്നു. അങ്ങനെയായിരുന്നു ഐറ്റംസ്. സ്കൂളിൽ പോകുന്ന സമയത്തോ സ്കൂളിൽ പോകുന്ന സമയത്തോ പിള്ളേർ മമ്മി പറഞ്ഞു, കുഞ്ഞേ റോഡിൻ്റെ സൈഡേ കൂടെ വണ്ടി വരുന്നോന്ന് സ്കൂൾ വിട്ട് അപ്പം തന്നെ തിരിച്ചു വന്നേക്കണം. ആരോടും എന്ത് ചെയ്യരുത്, ഒരു വഴക്കിന് നിൽക്കല്ലേ, സൂക്ഷിച്ചു വേണം. ഇവരെ പ്രാർത്ഥിച്ച് പൊതിയും കെട്ടി പുസ്തകം കൊടുത്ത് അങ്ങോട്ട് ഇറക്കി വിടും. ഇറങ്ങി വീടിൻ്റെ വാതിൽ കഴിഞ്ഞ് വേറൊരു പോക്കുണ്ട്. PSLVക്ക് ഇത്രയും സ്പീഡ് ഉണ്ടാവുകയില്ല. പുറകെ ഒന്ന് പോയാൽ അടുത്തവൻ്റെ പറങ്കാവെ കയറി താഴോട്ട് തലയും കുത്തി കിടക്കുന്ന ഒരുത്തൻ. മോനെ സൂക്ഷിച്ചു പോണമെന്ന് പറഞ്ഞു വിട്ടതാ. ശരിയല്ലേ? ഒരുത്തൻ്റെ വണ്ടിയുടെ ലാഡറിൽ കയറി മേളിൽ നിന്ന് താഴെ നിന്ന് മേളിലോട്ട് കയറുന്നു. ഓടിപ്പോന്നു വണ്ടിയുടെ ബാക്കിലെ ലാഡറിൽ നിന്ന് താഴെ നിന്ന് എന്ത് ചെയ്യുന്നു? സ്തോത്രം. വേറൊരുത്തൻ കൂട്ടുകാരൻ്റെ സൈക്കിളിൽ തിരിഞ്ഞിരിക്കുന്നു. ഒരുത്തൻ സ്കൂൾ കണ്ടിട്ട് മാസങ്ങളായി. ഇതാണ് ഐറ്റം. സ്കൂൾ വിട്ടാലോ എന്നാ വികൃതിയാണെന്നറിയാവോ? പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒതുങ്ങിയിരുന്ന് ഗ്ലോറിയൊക്കെ പറയും. നമ്മൾ ആരാ അത് നമുക്കല്ലേ അറിയത്തുള്ളൂ. അപ്പനോടും അമ്മയോടും വിളിച്ച് ചോദിക്കാൻ പറ്റുകയല്ലോ ഷോറോടച്ച. ശരിയല്ലേ? ഇങ്ങനെയുള്ള ഐറ്റത്തിൻ്റെ മക്കളാണ് ഇവർ. ഇത്രയെങ്കിലും അടങ്ങി ഇരിക്കുന്നുണ്ടല്ലോ. ശരിയല്ലേ? സത്യം. അതെന്നാ കാര്യം? ഇവർക്ക് ജീവനുള്ളത് കൊണ്ടാ. ശരിയല്ലേ? ഈ കുഞ്ഞുങ്ങളൊക്കെ ചലിക്കുന്നത് എന്തുകൊണ്ടാ? കുഞ്ഞുങ്ങളാണോ ചലിക്കും, കുഞ്ഞുങ്ങളാണോ ആടും, കുഞ്ഞുങ്ങളാണോ കളിക്കും. യോഗം ഒന്ന് അവസാനിച്ച് ആശീർവാദം പറയട്ടെ. സ്തോത്രം. ഇവർ പോകുന്ന പോക്ക് കാണണമെങ്കിൽ കാര്യം എന്നാ? ജീവനുള്ളത് കൊണ്ടാ. ശരിയല്ലേ? ജീവനില്ലാതെ ഇവർ ചലിക്കുമോ? ജീവനുള്ളത് ചലിക്കുമോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഈ യാക്കോബിൻ്റെ സന്തതി 18 ലക്ഷം പിള്ളേർ എവിടെ വളർന്നേ? ഞാൻ ഈ തമാശ പറയാൻ വേണ്ടിയില്ല, ദൂത് പറയാൻ വേണ്ടി വാചോട്ട് വരുന്നതേ. ഹല്ലേലൂയ. എവിടെ വളർന്നേ? യാക്കോബിൻ്റെ പ്രത്യേകത എന്നാ? അവൻ സാധുശീലനും. അപ്പൊ യാക്കോബിൻ്റെ ടെൻറ്റിനകത്ത് പാർക്കുന്ന പുള്ളിയാ. ടെൻറ്റിനകത്ത് ഈ യാക്കോബിൻ്റെ പിള്ളേർ 18 ലക്ഷം. നമ്മുടെ കണക്കനുസരിച്ച് 18 ലക്ഷം പിള്ളേർ. സ്തോത്രം. ഈ ടെൻറ്റിനകത്ത് വളർന്നിട്ട് ഫറവോൻ്റെ ഒറ്റ ഒരെണ്ണം അറിഞ്ഞില്ലെന്നോ? നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. എന്നിട്ട് തന്നെ അടുത്ത ആ വീട്ടിലെ വെള്ളക്കാരൻ 4 പ്രാവശ്യം വധിച്ചു പോയി. ശരിയല്ലേ? ഒരെണ്ണേ ഉള്ളൂ. എന്നിട്ട് വെള്ളക്കാരൻ എന്നാ ഇത്ര ചാട്ടതാ ചോദിക്കുന്നേ? അവർക്കറിയാമല്ലോ പിള്ളേർ ചാടുന്നത്. അങ്ങനെ ആണെങ്കിൽ ഈ 18 ലക്ഷം ചാടിയില്ലയോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഇവന്മാര് നമ്പർ 1 കുർത്തക്കെട്ടം വരാം. അതുകൊണ്ടാണ് അപ്പൻ ചേട്ടൻ 3 ലേവിയും ശിമയോനും ലേവിയും വായിച്ചു. യാക്കോബ് ഇവരെ അനുഗ്രഹിച്ചത് എങ്ങനാ? ശിമയോനും ലേവിയും സാഹസത്തിന്റെ വാളും കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്പർ 1 കത്തിയുമായിട്ട് എന്ത് ചെയ്തത്? ശരിയല്ലയോ? അവസരം കിട്ടിയ 2 അവരുടെ യോഗത്തിൽ കൂടരുതെന്നാ. അങ്ങനല്ലയോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ലേവിയുടെ യോഗത്തിൽ, ലേവിയ പുരോഹിതൻ, പിന്നീട് അവൻ്റെ യോഗത്തിൽ കൂടരുതെന്ന് അപ്പൻ അനുഗ്രഹിച്ചേച്ച് പോയേക്കുന്നേ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇവനെ പാസ്റ്റാക്കാൻ കൊള്ളത്തില്ലെന്ന് അപ്പം പറഞ്ഞതാ. ഇവനെ പാസ്റ്റാക്കാൻ പിന്നെ കർത്താവ് കാരണം നോക്കി പാസ്റ്റാക്കിയതാ. മനസ്സിലാകുന്നില്ലയോ? പാസ്റ്റാകാനുള്ള ക്വാളിറ്റി ഒന്നും നിങ്ങൾ ചിന്തിച്ചു. നാളെ രാവിലെ ഞാൻ വരുമ്പോൾ 2 കത്തിയൊക്കെ എടുത്ത് അരയെ കെട്ടിച്ച് യോഗത്തിന് വന്നത് പ്രസംഗിച്ചാൽ നിങ്ങൾ എന്താ ചിന്തിക്കും? ലേവിയുടെ കുടവതാ സാഹസത്തിൻ്റെ ഒരുത്തൻ കടിച്ചു കീറുന്ന ചെന്നായ. മനസ്സിലാകുന്നില്ലയോ? ഇങ്ങനെയുള്ളവന്മാരെ കൂടാരത്തിനകത്ത് മിണ്ടാതിരിക്കുമെന്നോ? ഇവനല്ലേ വളർന്നു വന്നേ. ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ ഈ കുഞ്ഞുങ്ങളെല്ലാം നമ്പർ 1 കുരുത്തക്കേട് കയ്യിലുള്ളവരാ. പക്ഷേ അങ്ങനാണെങ്കിൽ എൻ്റെ ചിന്ത പറഞ്ഞാൽ ഇവൻ ഈ കൂടാരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് അഴിച്ചു വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കൺസർവേറ്ററിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നേ? ഇതിൻ്റെ ഗ്ലാസ് തുറന്ന് അകത്തോട്ട് പുറത്തോട്ട് ചാടിയതേ. മനസ്സിലാകുന്നില്ലയോ? അങ്ങനെയാണെങ്കിൽ ഈ പിള്ളേരെല്ലാം കൂടാരത്തിനകത്ത് ആരും അറിയാതെ വളർന്നെന്നല്ല, അവരിതെല്ലാം ചെയ്താ വളർന്നത്. പക്ഷെ എന്നിട്ട് പോലും ഫറവോന്റെ സൈന്യത്തിൽ ഒരെണ്ണം ഇവരെ കണ്ടില്ലെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? ഹല്ലേലൂയ. അവിടെ ഇവർ വളരാൻ അനുവദിക്കാത്ത മണ്ണിനകത്ത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വാഗ്ദത്തം വളർന്ന് പുറത്തു വരുന്നത് വരെ അതിനെ സൂക്ഷിച്ച ഒരു ദൈവമുണ്ടെന്നല്ലേ ഇന്ന് പകൽക്കാലം ദൂത് കേട്ടോ? ദൈവമേ, നിനക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിനകത്ത് നിന്നെ വളർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്.
നിന്റെ പ്രതികൂലത്തിനകത്ത് നിന്നെ വളർത്തത്തില്ലെന്ന് പറയുന്നതിനകത്ത് നിന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിനക്കെതിരെ പോരുകുത്തുന്ന പോരിനകത്ത് അവൻ നിന്നെ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്. പോരാട്ടമുണ്ടാകുമ്പോൾ ഓടിപ്പോകുകയല്ല വേണ്ടിയത്. അവൻ നീ വിളിച്ച് തിരിച്ചു നിന്ന് പോരാട്ടത്തിൽ പറയും, യഹോവ എന്നെ ഇവിടെ നിർത്തിയിരിക്കുകയാ, എന്നെ പോലുള്ളവൻ ഒരുവൻ ഓടിപ്പോകുമോ? ഇന്ന് പകൽ ഇതിനകത്തിനെ വളർത്തുന്ന ഒരു ദൈവമുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ വിശ്വസിക്കുന്ന ദൈവമേ, ഈ പോരാട്ടത്തിനകത്ത്, ഈ പ്രതിസന്ധിക്കകത്ത്, പിശാചിന്റെ കൂടിനകത്ത് നിന്നെ വാക്തത്വത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞ ഇത് പകൽ ആമേൻ പറയാൻ പഠിക്ക്. മോശ പറയുക, മോശയുടെ ദൈവം പറയാം, മോശേ എണ്ണം എടുക്ക്. മോശ 6,03,550 എണ്ണെങ്കിൽ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. അത് ഒരു 5 മിനിറ്റ് എടുക്കുക, വിഷമിക്കുക. ഓക്കെ, അടുത്ത യോഗത്തിൽ ഞാൻ സമയം കുറച്ചോളാം, അടുത്ത വരവിൽ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. എനിക്ക് കാര്യം ഇത് എങ്ങും എത്താതെ നിർത്തിയാൽ എനിക്കിത് ബാക്കി പ്രസംഗിക്കാൻ പറ്റില്ല, ഇത് എടുത്ത് പ്രസംഗിക്കാനും പറ്റുകയില്ല. അതുകൊണ്ട് വേഗത്തിൽ ഞാൻ ഓടി വരാം. ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ എണ്ണമെടുപ്പിൽ 6,3550. രണ്ടാമത്തെ എണ്ണമെടുപ്പ് മോവാബ് സമഭൂമിയിലാണ്. മോവാബ് സമഭൂമി. അതെ, മോവാബ് സമഭൂമി എന്ന് പറഞ്ഞാൽ കനാനിലേക്ക് പ്രവേശിക്കുന്നത് തൊട്ട് മുമ്പ്. ഓക്കെ, അന്നേരം എണ്ണം എടുത്തപ്പോൾ ആദ്യം എണ്ണം എടുത്തതിൽ 3,550 എത്ര പേരെ കിട്ടി? കനാലിൽ എത്ര പേര് കയറി? ആരൊക്കെയാ? 2 പേര്. ആരൊക്കെയാ? യോശുവയും കാലേബും. ശരിയാണോ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. എനിക്ക് നിർത്തി തെളിയിച്ച് പഠിപ്പിച്ചു, വേദവസം പഠിപ്പിക്കും, തെളിയിച്ച് പഠിപ്പിക്കണം. എൻ്റെ നിർബന്ധമാണ്. സ്ക്രിപ്ചർ ഡിഫൈൻസ് സ്ക്രിപ്ചർ. വചനത്തെ വചനം കൊണ്ട് തെളിയിക്കണം. എത്ര പേരുണ്ട് പറ? ആരൊക്കെയാ? എൻ്റെ ചോദ്യം, എണ്ണം എടുത്തതിനകത്ത് കാലേബുണ്ടോ? എണ്ണം എടുത്തവരുടെ കൂട്ടത്തിൽ കാലേബുണ്ടോ? കാലേബ് യഹൂദനാണോ? കാലേബ് യഹൂദനാണോ? അതേത് പറഞ്ഞു പറ. യെഫുന്നയുടെ മകൻ കാലേബ്. യഹൂദ ഗോത്രത്തിൽ യെഫുന്നയുടെ മകൻ കാലേബ് എന്ന് സംഖ്യാപുസ്തകം 13:6 എഴുതിയിട്ടുണ്ട്. യഹൂദനാണോ? ആണോ? ഇവൻ കെനിസ്യനാ. ഇവൻ ആരാ? കെനിസ്യനായ യെഫുന്നയുടെ മകൻ. കെനസാര ഏദോമിന്റെ കൊച്ചുമോനാ. ഏശാവിന്റെ കൊച്ചുമോൻ ആര്? വേദപുസ്തകം എടുത്ത് തെളിയിക്കാനാ. 32 കിടപ്പുണ്ട്. ശ്രദ്ധിച്ചേ. ഏശാവിന്റെ കൊച്ചുമോനാ കെനസ്. കെനസിന്റെ കൊച്ചുമോനാണ് യെഫുന്ന. യെഫുന്നയുടെ മകനാണ് ആര്? അവൻ യഹൂദനാണോ? ആണോ? ഇല്ല, കാലേബ് യഹൂദനായിരുന്നില്ല. കാലേബ് ഏശാവിന്റെ മകനാണ്, ഏദോമ്യനാണ്. പക്ഷെ പിന്നീട് വേദപുസ്തകത്തിൽ ഇവർ കൊടുത്തിരിക്കുന്ന പ്രമാണം, ഒരുവൻ യഹൂദനല്ലാതിരിക്കെ യഹൂദനായി തീരേണ്ടതിന് പരിച്ഛേദന എന്ന കർമ്മമേറ്റാൽ അവനെ യഹൂദനായി എണ്ണ. മൈഗ്രേറ്റഡ് ജൂ. ഇവിടെ റോണച്ചാൻ, എനിക്ക് അറിയത്തില്ല, സ്റ്റീഫൻ ചാനും കുടുംബം വീടുണ്ട്. ഈ ബ്രിട്ടീഷ് പാസ്പോർട്ട് അല്ലയോ ചാ? ഇല്ലയോ അച്ഛാനോ? ഇല്ല. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. സ്റ്റീഫൻ ചാൻ എന്തുകൊണ്ട്? പുള്ളി ഒറിജിനൽ ബ്രിട്ടൻകാരനാണോ? ആണോ? പക്ഷെ കയ്യിരിക്കുന്നത് എന്തുവാ? എവിടെ ചെന്നാലും ബ്രിട്ടീഷ് പൗരനാണെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. സ്തോത്രം. നാട്ടിൽ വന്നേക്കരുത്. ശരിയല്ലേ? പക്ഷെ എന്താണ്? മൈഗ്രേറ്റഡാ അല്ലേ? ഇന്ത്യയിൽ നിന്ന് ഇവിടുത്തെ നിയമം അനുസരിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ പൗരത്വം കൊടുത്താ. ശരിയല്ലേ? ഇതുപോലെ യഹൂദൻ അല്ലാതിരിക്കും ഒരുവൻ യഹൂദനാകണമെങ്കിൽ പരിച്ഛേദന എന്ന കർമ്മം ഏറ്റാൽ അവൻ യഹൂദനായി തീരും. അങ്ങനെയാണെങ്കിൽ കാലേബ് ഏശാവിന്റെ കുടുംബത്തിൽ ജനിച്ചവനാ, കെനിസിന. പക്ഷെ അവൻ എന്ത് ചെയ്തു? വേറൊരു സ്വഭാവവും വേറൊരു ഹൃദയവും വേറൊരു ആത്മാവും ഉള്ളവനായതുകൊണ്ട് യഹൂദനോട് പറ്റി നിന്ന് അവന്റെ പ്രമാണം അനുസരിച്ച് യഹൂദനായി തീർന്നവനാ. ആ കൂട്ടത്തിൽ എണ്ണമെടുത്ത കൂട്ടത്തിൽ ആരില്ല. അപ്പൊ എത്രണ്ണത്തെ കിട്ടി? വിശദീകരിക്കണ്ട, തെളിയിച്ചു പഠിപ്പിക്കണ്ട. എത്രണ്ണത്തെ കിട്ടി? ഒറ്റ ഒരെണ്ണം. എത്ര എണ്ണം ഉണ്ടായിരുന്നു പറ? 6,03,550 6,03,549 എണ്ണം എവിടെ പോയി പറ? മരുഭൂമിയിൽ. കർത്തമേശ എടുത്തവരല്ലയോ? കൈയടിച്ചവരല്ലേ? രക്തം ചെയ്യുമെന്ന് പറഞ്ഞവരല്ലയോ? ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിത ആരംഭം എന്ന് പാടിയവരല്ലയോ? ഫറവോന് ഞാൻ ഇനി അടിമയല്ലെന്ന് പാടിയതല്ലയോ? ആണോ പറ? മന്ന തിന്നതല്ലയോ? കാടപ്പക്ഷിയെ തിന്നതല്ലയോ? അത്ഭുതം കണ്ടതല്ലയോ? പക്ഷെ കനാനി കയറിയില്ലല്ലോ. മനസ്സിലാകുന്നില്ലയോ? ഇപ്പൊ രണ്ടാമത് എണ്ണം എടുത്തെന്തിനാ? ഈ പോകുന്ന കൂട്ടത്തിൽ പിറുപിറുത്തില്ലേ?
വിഗ്രഹസേവ ചെയ്തില്ലയോ? അന്നേരം ഇന്നലെ രാത്രി പറഞ്ഞ പോലെ നന്മയൊന്നും മുടക്കുകയില്ല. പക്ഷെ ഇവൻ എന്ത് ചെയ്തില്ല? കനാനി കയറിയില്ല. ഞാൻ ദൂത് കൺക്ലൂഡ് ചെയ്യാം. ബാക്കി പിന്നെ ശ്രദ്ധിച്ചേ, നമുക്ക് നന്മയൊക്കെ ദൈവം തരും, പക്ഷെ നിത്യത ഉറപ്പാക്കിക്കോണം. മനസ്സിലാകുന്നില്ലയോ? കാറ് കിട്ടുന്നത് നല്ലത്, വീട് കിട്ടുന്നത് നല്ലത്, ജോലി കിട്ടുന്നത് നല്ലത്, നല്ല പിള്ളേരെ കിട്ടുന്നത് നല്ലത്, നല്ല സെറ്റപ്പ് കിട്ടുന്നത് നല്ല. പക്ഷേ അതുകൊണ്ട് ഒതുങ്ങരുത്. ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ട്. അല്ലല്ലോ, മരുഭൂമിയിലെ മന്നയേക്കാൾ, അല്ലല്ലോ മരുഭൂമിയിലെ കാടപ്പക്ഷിയേക്കാൾ, മരുഭൂമിയിലെ പാറയിലെ തേനേക്കാൾ നിന്നെ ആനന്ദിപ്പിക്കുന്ന കനാനിലെ പാലും തേനും ഒഴുകുന്ന അനുഭവമാണ്. ഇന്ന് പകൽ നിത്യതയെ കുറിച്ച് കൊതിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ കണ്ണുകളെ അടച്ചാട്ടെ. അവിടെ നിൽക്കട്ടെ, ബാക്കി കാര്യം പിന്നീട് പ്രസംഗിക്കാം. ഹല്ലേലൂയ. അങ്ങനെ 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 ജനത്തിന് എണ്ണം എടുക്കുന്ന ഒരു തെറ്റൊന്നും ആയിരുന്നില്ല. ഞാൻ ഇവിടെ നിൽക്കുക. ബാക്കി അവൻ നാളെ പകലത്തെ സഭായോഗത്തിൽ കർത്താവ് അനുവദിച്ചാൽ പ്രസംഗിക്കാം. എല്ലാ കണ്ണുകളും നടച്ച ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നീ ദൈവത്തെ സേവിക്കുന്ന നന്മയ്ക്ക് വേണ്ടിയോ അതോ നിത്യതയ്ക്ക് വേണ്ടിയോ? ഇന്ന് പകൽ നന്മ വേണ്ടെന്നല്ല, ജോലി വേണ്ടെന്നല്ല, വീട് വേണ്ടെന്നല്ല, വണ്ടി വേണ്ടെന്നല്ല, എല്ലാം നമുക്ക് ആവശ്യമാ. എന്നാൽ ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയാം, നീ പ്രാർത്ഥിക്കാതെ തന്നെ ഇതൊക്കെ തരാൻ ദൈവം വിശ്വസ്തനാണ്. ലളിതി യാചിക്കുന്നതിന് മുമ്പേ ഇതൊക്കെ നിനക്ക് ആവശ്യമെന്ന് അറിയുന്ന ഒരുവനെ നീ സേവിക്കുന്നത്. പക്ഷെ നീ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയത് ഈ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടിയാന്ന് ഉറപ്പ് വരുത്തണം. അവൻ ഈ ലോകത്തിലേക്ക് മാത്രം നാം ശ്രദ്ധ വെച്ചെങ്കിൽ നമ്മെ പോലെ അരിഷ്ടന്മാർ വേറെ ഇല്ല കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ നിത്യത ലക്ഷ്യമാക്കി ഓടുന്ന ഒരു കൂട്ടം ജനം ഈ ന്യൂ കാസിൽ എഴുന്നേൽക്കട്ടെ. നിത്യതയെ ലക്ഷ്യമാക്കുന്ന ഒരു കൂട്ടം ജനം ഇവിടെ എഴുന്നേൽക്കട്ടെ. ഇതിനകത്തിരിക്കുന്ന ആദ്യ നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. നിന്നെ ഉറപ്പിച്ചു നിർത്തുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നീ വിശ്വസ്തയോടെ നിൽക്കണം. ദൈവത്തോട് പറ, കർത്താവേ, എനിക്ക് നന്മയേക്കാൾ വലുത് നിന്നോടൊത്തുള്ള വാസമാണ്. അവൻ എനിക്ക് നന്മയേക്കാൾ വലുത്, വിടുതലിനേക്കാൾ വലുത് എനിക്ക് നിന്നോടൊത്തുള്ള വാസമാണ്. അങ്ങയുടെ മടങ്ങി വരവാണ് എന്റെ വലിയ പ്രിയമെന്ന് പറയുന്നത്. ഇന്ന് പകൽ ഞാൻ എന്റെ പ്രിയനോട് ചേരുന്നതാണ് എന്റെ ആനന്ദമെന്ന് പറയുന്നത്. എന്റെ വണ്ടിയേക്കാൾ എനിക്ക് വലുത് എന്റെ പ്രിയനോട് കൂടെ ഇരിക്കുന്നതാണ്. എന്റെ വീടിനേക്കാൾ വലുത് എന്റെ പ്രിയനോട് കൂടെ ഇരിക്കുന്നതാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യത എന്റെ കർത്താവിന്റെ സന്നിധിയാണ്. ഒരുമിച്ച് പകൽ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിഞ്ഞാട്ടെ, ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അവൻ നിത്യതയെ കുറിച്ചൊരു ചിന്തയല്ലാതെ വേറെ ഒന്നും നിന്നെ ഭരിക്കരുത്. ഇന്ന് പകലിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ ദൈവാത്മാവിനെ ഹേമിക്കുന്നതുകൊണ്ട് പറയുക, നിന്റെ നിത്യത നഷ്ടപ്പെടുന്ന ഒരു ചിന്തയിലേക്ക് നീ പോകാനിടയാകരുത്. യേശുവിന്റെ നാമത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഒരുങ്ങി നിൽക്കുക. അവൻ പ്രിയൻ വരുന്ന സമയമായി ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുക. ബാക്കി കർത്താവ് അനുവദിച്ചാൽ വരുന്ന ശുശ്രൂഷിക്കാൻ ദൈവം ഈ വചനങ്ങൾ ആദ്യമേ അനുഗ്രഹിക്കട്ടെ.